വിശുദ്ധ റമളാനിൻ്റെ വളരെ ധന്യമായ മുഹൂർത്തങ്ങളിലൂടെയാണ് നമ്മളേവരും പ്രയാണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിനരാത്രങ്ങളിലും ധന്യമായ നിമിഷങ്ങളിലും നാം ചെയ്തു വച്ച എല്ലാ സൽക്കർമ്മങ്ങളെയും സർവാനുഗ്രഹിയായ അല്ലാഹു നമ്മിൽ നിന്ന് കുറ്റമറ്റ രൂപത്തിൽ സ്വീകരിക്കുകയും തത്തുല്യമായ പ്രതിഫലം അവൻ നമുക്ക് പ്രദാനം ചെയ്യുകയും ചെയ്യുമാറാവട്ടെ. ഇനിയുള്ള ഏറെ ശ്രേഷ്ഠകരമായ നിമിഷങ്ങളെ ഓരോന്നിനെയും അള്ളാഹുവിൻ്റെ ഇഷ്ടത്തിനും പൊരുത്തത്തിനും വിധേയമാക്കി ജീവിതത്തെ പാകപ്പെടുത്താൻ കഴിയുന്ന മഹാഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മളെ ചേർക്കുമാറാവട്ടെ. വിശ്വാസികൾ എന്ന നിലക്ക് ജീവിതത്തിൻ്റെ വിശുദ്ധി അനിവാര്യമായും നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ടതാണ്. വിശ്വാസം നമുക്ക് എഫക്റ്റീവ് ആവുകയും അത് ഫലം ചെയ്യുകയും അത് ഫലം കൊയ്തെടുക്കുകയും ചെയ്യണമെങ്കിൽ എപ്പോഴും ആ വിശ്വാസത്തിന് തിളക്കമുണ്ടാവണം. നമ്മുടെ വിശ്വാസത്തിന് മാറ്റുകൂട്ടുന്ന തിളക്കം ചാർത്തുന്ന കർമ്മങ്ങളാണ് നമ്മുടെ ജീവിത വിശുദ്ധിയുമായി നമ്മളിലേക്ക് കടന്നു വരുന്ന എല്ലാ വിഷയങ്ങളും. അള്ളാഹു വിശുദ്ധ ഖുർആനിൽ ജനങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറയുന്നുണ്ട്, യാ അയ്യുഹന്നാസ് അൻതുമുൽ ഫുഖറാഉ ഇലല്ലാഹ് വല്ലാഹു ഹുവൽ ഗനിയ്യുൽ ഹമീദ്. യാ അയ്യുഹന്നാസ്, അല്ലയോ മനുഷ്യന്മാരെ, അൻതുമുൽ ഫുഖറാഉ ഇലല്ലാഹ്, നിങ്ങളെല്ലാവരും അള്ളാഹുവിലേക്ക് പരമദരിദ്രരാണ്, ഫുഖറാകളാണ് അള്ളാഹുവിൻ്റെ മുമ്പിൽ നിങ്ങൾ. വല്ലാഹു ഹുവൽ ഗനിയ്യുൽ ഹമീദ്, അള്ളാഹുവാണ് എല്ലാ ഐശ്വര്യങ്ങളുടെയും സോഴ്സും സ്രോതസ്സും അള്ളാഹുവാണ് എന്ന് പറയും. എന്താണ് ഈ ആയത്ത് നമ്മളെ പഠിപ്പിക്കുന്നത്? നമ്മുടെ ഒരിത്തരം ഈഗോ, ഞാനൊരു സംഭവമാണ് എന്ന് ഒരാൾക്ക് തോന്നിയാൽ പിന്നെ രക്ഷല്ല. അതാണാവട്ടെ പെണ്ണാവട്ടെ. നമ്മളെ മൈൻഡ് പെട്ടെന്ന് ട്യൂൺ ചെയ്തെടുക്കേണ്ടവരാണ് നമ്മളെന്നൊക്കെ പറയും. നമ്മൾ മൈൻഡ് ട്യൂൺ ക്ലാസ്സിലൊക്കെ എത്രയോ പങ്കെടുത്തവരാണ്. പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഒക്കെയുള്ള ക്ലാസ്സുകളിലൊക്കെ ഗംഭീരമായി പങ്കെടുക്കുന്നവരാണെന്നൊക്കെ പറയും നമ്മൾ. പക്ഷേ പല കാര്യങ്ങൾക്കും നമ്മുടെ ഈഗോ, നമ്മുടെ ഹെഡ് വെയ്റ്റ്, പല നല്ല കർമ്മങ്ങളും ചെയ്യാൻ നമ്മളെ സമ്മതിക്കാറില്ല. ആ തടസ്സങ്ങൾ നമ്മളിൽ നിന്ന് നീക്കണം. അതിന് നമുക്കൊരു ചിന്ത, ഒരു വിചാരം, ഒരു വികാരം ഉണ്ടാവണം. അതാണ് ജനങ്ങളെ വിളിച്ചുകൊണ്ട് അള്ളാഹു പറയും, നമ്മൾ ജനങ്ങളാണ്. നിങ്ങൾ അള്ളാഹുവിൻ്റെ മുന്നിൽ വളരെ ദരിദ്രരാണ്, പാവപ്പെട്ടവരാണ്. നിങ്ങൾ ശാരീരികമായും സാമ്പത്തികമായും ആകാരസൗട്ടവമോ അസറ്റോ ഒന്നും ഉള്ളവരല്ല. അള്ളാഹുവിൻ്റെ ഖജനാവിൻ്റെ മുന്നിൽ, അവൻ്റെ ശക്തിയുടെ മുന്നിൽ, അവൻ്റെ പ്രതാപത്തിൻ്റെ മുന്നിൽ, അവൻ്റെ ഔന്നിത്യത്തിൻ്റെ മുന്നിൽ നമ്മൾ നിസ്സാരരിൽ നിസ്സാരരാണ് എന്നല്ലേ അള്ളാഹു സൂചിപ്പിച്ചത്. ഒരു കഥ പറയാം. കഥയല്ല, ചരിത്രത്തിലെ സംഭവമാണ്. ഇബ്രാഹിം ഇബ്നു അദ്ഹം എന്ന് പറയുന്ന വലിയ സാത്വികനായ സൂഫിയായ അള്ളാഹുവിന് ഏറ്റവും വേണ്ടപ്പെട്ട ആളായിട്ട് ചരിത്രം പരിചയപ്പെടുത്തിയിട്ടുള്ള ഇബ്രാഹിം ഇബ്നു അദ്ഹം, അദ്ദേഹത്തിൻ്റെ ശിഷ്യൻ, ഒരുപാട് ശിഷ്യഗണങ്ങളുള്ള ഇബ്രാഹിം ഇബ്നു അദ്ഹം, ആ ശിഷ്യന്മാരിൽ നിന്ന് ഒരാൾ അദ്ദേഹത്തോട് ചോദിച്ചതാണ്, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ആ ഒരു വല്ലാത്ത പ്രസരിപ്പും ജീവിതത്തിൽ അദ്ദേഹം കാണിക്കുന്ന തസ്ഫിയത്തും തർബിയത്തും, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ കണിശമായ നിലപാടുകളും വളരെ സ്നേഹസമൃദ്ധമായ അദ്ദേഹത്തിൻ്റെ പെരുമാറ്റവും ലോലമായ മറ്റ് കർമ്മങ്ങളുമൊക്കെ കാണുമ്പോൾ ഈ ഗുരുവിനോട് ശിഷ്യന് ചോദിക്കേണ്ടതായി വന്നു. അങ്ങനെയാണ് നമ്മൾ ചോദിച്ചു പോകും ചില ആൾക്കാരുടെ ജീവിതം കാണുമ്പോൾ, എങ്ങനെ നിങ്ങൾക്കിതിന് സാധിക്കുന്നു? അപ്പം ഞാൻ വലിയൊരു സംഭവമാണെന്ന് ഞാൻ പറഞ്ഞില്ലേ, അങ്ങനെ നമുക്ക് തോന്നിപ്പോവാണ്. വേറെ ചില ആൾക്കാരെ നമ്മൾ പഠിക്കുന്നില്ല. അവരെ പഠിക്കുമ്പോൾ നമ്മൾ അവരോട് ചോദിച്ചു, ഞാനൊന്നുമല്ല, മേ കോൻ ഹെ, ഞാൻ ആരാണെന്ന് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുകയും വേണം. ഞാനൊന്നുമല്ല എന്നൊരു ഉത്തരം കിട്ടണം.
അപ്പോഴേ നമ്മുടെ ഈ ഹെഡ് വെയ്റ്റൊക്കെ ഒന്ന് മാറിയിട്ട് മറ്റൊരാളെ കാണുമ്പോൾ എന്നേക്കാൾ മെച്ചപ്പെട്ടത് അയാളാണെന്ന് തോന്നും നമുക്ക്. അപ്പോൾ അങ്ങനെ തോന്നുമ്പോൾ നമ്മൾ ചോദിച്ചു. അതാണ് ഇബ്രാഹിം അദ്ഹനോട് അദ്ദേഹത്തിൻ്റെ ശിഷ്യൻ ചോദിച്ചത്, എങ്ങനെ സാധിക്കുന്നു നിങ്ങൾക്ക് ഇത്ര തങ്കപ്പെട്ട 22 കാരറ്റ് ജീവിതം നയിക്കാൻ എങ്ങനെ സാധിക്കുന്നു? അപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി രസകരമാണ്, ചിന്തനീയാണ്. അദ്ദേഹം പറഞ്ഞു, ഞാൻ അടിമ ഉടമ വ്യവസ്ഥിതി നിലവിലുള്ള കാലം ഞാൻ അങ്ങാടിയിൽ പോയി കാശ് കൊടുത്തിട്ട് ഒരു അടിമയെ വാങ്ങിക്കൊണ്ടുവന്നു എൻ്റെ വീട്ടിൽ വേലക്ക് വേണ്ടി. അടിമയെ വീട്ടിൽ കൊണ്ടുവന്നപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ആദ്യം ചോദിച്ചു, അടിമയോട് ചോദിച്ചു, നിങ്ങൾക്ക് എന്ത് പേരാണ് നൽകേണ്ടത്? അപ്പോൾ ആ അടിമ എന്നോട് പറഞ്ഞു, ഇബ്രാഹിം ഇബ്നു അദ്ഹം പറയാണ്, എനിക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് നൽകാം, നിങ്ങൾ എൻ്റെ യജമാനനാണല്ലോ, അതുകൊണ്ട് എനിക്കത് വിഷയമല്ല, നിങ്ങൾ എന്ത് പേരാണോ എനിക്ക് നൽകുന്നത് അത് ഞാൻ സ്വീകരിക്കും. രണ്ടാമത് ചോദ്യം, നിങ്ങൾക്കിപ്പോൾ കഴിക്കാൻ എന്ത് ഭക്ഷണമാണ് വേണ്ടത്? ഞാൻ ചോദിച്ചു. അതിനും ആ അടിമ മറുപടി പറഞ്ഞു, എന്ത് ഭക്ഷണവും നിങ്ങൾക്ക് നൽകാം, നിങ്ങൾ എൻ്റെ യജമാനനാണ്, നിങ്ങൾ തരുന്നത് ഞാൻ കഴിക്കും. മൂന്നാമത്തെ ചോദ്യം, വസ്ത്രമൊന്നും മര്യാദക്ക് ധരിക്കാത്ത ആ അടിമയോട് നിങ്ങൾക്ക് ഏത് വസ്ത്രമാണ് വേണ്ടത്? അപ്പോഴും മറുപടി അങ്ങനെ തന്നെയാണ്, നിങ്ങൾ തരുന്ന വസ്ത്രം ഞാൻ ധരിക്കാൻ തയ്യാറാണ്. ഗുരു ശിഷ്യനോട് പറയുകയാണ്, ഇതാണ് എന്നെ മോട്ടിവേറ്റ് ചെയ്തത്. ഈ പാവപ്പെട്ട ചന്തയിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവന്ന അടിമ എൻ്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞത്, നിങ്ങളാണ് എൻ്റെ യജമാനൻ, നിങ്ങൾ തരുന്നത് കഴിക്കാൻ, നിങ്ങൾ തരുന്നത് ഉടുക്കാൻ, നിങ്ങൾ നൽകുന്ന പേരിൽ അറിയപ്പെടാൻ എനിക്കൊരു ഈഗോ ഇല്ല, കാരണം നിങ്ങൾ എൻ്റെ യജമാനനാണ്. ഓക്കെ, അവിടെയാണ് ശിഷ്യനോട് ഗുരു പറയുന്നത്, ഇബ്രാഹിം അദ്ഹം പറയുന്നത്, അന്ന് മുതലാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ വലിയ സംഭവമൊന്നുമല്ല, ഈ അടിമയെ വെച്ച് നോക്കുമ്പോൾ ആ അടിമയുടെ ചിന്തയോ വികാരമോ എനിക്കില്ല എന്നെനിക്ക് തോന്നിയത്. അപ്പം ഞാൻ ഒരടിമയാണ് എന്നെനിക്ക് തോന്നി. അടിമ അബ്ദാണെങ്കിൽ ഇബാദത്ത് കൊണ്ട് ജീവിതത്തെ ധന്യമാക്കേണ്ടവനാണ്. പണി എന്താണ്? ഇബാദത്താണ്. മഹാനായ ഇബ്നുൽ ഖയ്യിമുൽ ജൗസി റഹിമഹുല്ലാ അദ്ദേഹവും തൻ്റെ ശിഷ്യന്മാരോട് ചോദിച്ചിട്ടുണ്ട്, അല്ല എൻ്റെ ശിഷ്യന്മാരെ, നിങ്ങൾ അബ്ദത്തുകളാണോ അതല്ല നിങ്ങൾ അജീറുകളാണോ എന്ന്. ഞാൻ നിങ്ങളോടും എന്നോട് ചോദിക്കുന്നു, നമ്മൾ ആരാണ്? അള്ളാഹുവിൻ്റെ അബ്ദത്തുകളാണോ അതല്ല അജീറുകളാണോ? ലളിതമായ പദല്ലേ അജീറുകൾ. അജർ, ലിൽ അജ്റത്ത്, ടാക്സിക്കാർ ഉണ്ടല്ലേ. അപ്പോൾ നമ്മൾ കൂലി വാങ്ങാൻ വേണ്ടി ജോലി ചെയ്യുന്നവരാണോ അതല്ല ആരാധനകൾ നിർവഹിക്കാൻ വേണ്ടി ജോലി ചെയ്യുന്നവരാണോ? ആരാധനയാക്കി, ജീവിതത്തെ ആരാധനയാക്കി മാറ്റാൻ ജീവിക്കുന്നവരാണോ നമ്മൾ? ഇബ്നുൽ ഖയ്യിമുൽ ജൗസി ആവശ്യപ്പെടുന്നത്, എൻ്റെ പൊന്നുമക്കളെ, നിങ്ങൾ അബ്ദത്തുകളാവണം, അജീറുകളല്ല നമ്മളെന്നാണ്. നമ്മളെന്തോ കൂലി കിട്ടും എന്ന ഒരു പ്രതീക്ഷയിൽ എന്തോ ഓട്ടോമാറ്റിക്കായിട്ട് യാന്ത്രികമായി നമ്മളറിയാതെ നോമ്പ് നോൽക്കുന്നു, നമസ്കരിക്കുന്നു, സക്കാത്തും സദക്കയും കൊടുക്കുന്നു, ഒക്കെ ശരിയാണ്, പക്ഷേ തിളക്കമില്ല. അപ്പോൾ നോക്ക് നിങ്ങൾ, ഞാൻ കുറ്റപ്പെടുത്തല്ല, ഞാനാണെങ്കിലും അങ്ങനെ തന്നെ. ഇപ്പോൾ ഈ ഇരുത്തത്തിനൊരു ഗ്ലാമറില്ല, ഗ്രാമറുമില്ല അല്ലേ? ഗ്രാമറുള്ള ഒരു ഇരുത്തമല്ല ഇപ്പം നമ്മൾ ഇരിക്കുന്നത്, ഗ്ലാമറുമില്ല. എന്തുകൊണ്ടാണത്? നമ്മൾ നോമ്പ് നോറ്റ് ക്ഷീണിച്ചു എന്നത് ഒരു മറുപടിയാണെങ്കിലും അതൊരു കൃത്യമായ വിശ്വാസി നൽകേണ്ട മറുപടിയല്ല. ദിവസങ്ങളോളമായി 5 മാസത്തിലേറെയായി യുദ്ധം തുടരുകയാണ് ഫിലസ്തീനിൽ. ഞാൻ ആവർത്തിക്കേണ്ടതില്ല. അല്ല, 75 കൊല്ലത്തിലേറെയായി അവിടെ യുദ്ധം. തളർന്നു പോയിട്ടില്ല അവർ. ഒരു പിഞ്ചു ബാലിക പത്രക്കാരൻ്റെ മുന്നിൽ നിന്നുകൊണ്ട് ഇടറാതെ പതറാതെ സംസാരിക്കുന്നത് നമ്മൾ മനസ്സിൽ കാത്തു സൂക്ഷിച്ചിട്ടില്ലേ? എന്താണ് ആ സംസാരം? എന്തിനാണ് ഈ ജൂതന്മാർ ഞങ്ങളുടെ നാട് തച്ചു തകർത്തത്? എന്തിനാണ് ഞങ്ങളുടെ മദ്രസ തകർത്തത്? പിന്നെ കുട്ടിയുടെ മുഖത്ത് വിരിയുന്നത് ദുഃഖമാണ്. കുട്ടിയുടെ കണ്ണിൽ നിന്ന് കണ്ണീർ കണങ്ങൾ പുറത്തേക്ക് വരികയാണ്. പിന്നെ ഈ പത്രക്കാരനോട് ചോദിക്കുന്നത്, ഞങ്ങൾ റൊട്ടി കഴിച്ചിട്ടില്ല, പച്ച ഇലയാണ് ഞങ്ങൾ ഭക്ഷിക്കുന്നത്, നിങ്ങൾക്കറിയുമോ എന്ന ചോദ്യം. നമ്മുടെയൊക്കെ ഈഗോ എന്നാണ് മടക്കിക്കെട്ടി കുപ്പയിലേക്ക് വലിച്ചെറിയേണ്ടതായി വരിക? തൊട്ടടുത്ത് തന്നെ എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുന്നതാണ് ഇന്ത്യ രാജ്യത്തിൻ്റെ ഒരു പൊതുവെയുള്ള ഒരു ജീവിതത്തിൻ്റെ ഇപ്പോഴത്തെ രീതിശാസ്ത്രം അങ്ങനെയാണ്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ.
ആശങ്കയുടെ മുൾമുനയിലാണ് ഇപ്പോൾ നമ്മൾ നിർത്തപ്പെട്ടത്. എന്നാലും നമ്മൾ ഉറങ്ങുന്നു എന്നുള്ളതാണ് നമ്മുടെ ആത്മവിശ്വാസവും നമ്മുടെ വിശ്വാസത്തിൻ്റെ തെളിച്ചാണത്. ഈമാനിൻ്റെ തെളിച്ചായിട്ട് ഞാൻ കാണുന്നുള്ളൂ ഈ ഉറക്കം. ഈ ഒരു ഉണ്ടല്ലോ, നമുക്കൊരു കുലുക്കമില്ല. അങ്ങനെ തന്നെ വേണം കേട്ടോ, അങ്ങനെ തന്നെ വേണം. ഏത് ശത്രുക്കളെ കണ്ടാലും ഉറങ്ങാനുള്ള ധൈര്യം. യുദ്ധക്കളത്തിൽ ഒരു ഭാഗത്ത് പൊടിപാറുന്ന യുദ്ധം, രക്തം ചീറ്റിത്തെറിക്കുമ്പോൾ, കുതിരയുടെ കുളമ്പടി നാദങ്ങൾ മാത്രം കേൾക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, അവിടെ ആ യുദ്ധക്കളത്തിൽ ചില മുഅ്മിനീങ്ങൾ ഉറങ്ങിപ്പോയി എന്ന് ചരിത്രം വായിക്കാൻ സാധിക്കും, ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ ഉറക്കം വല്ലാത്തൊരു ഉറക്കമാണ്. അത് ഭയമില്ലാത്ത, ഭയപ്പാടുകളില്ലാത്ത, മരിച്ചാൽ എനിക്ക് വിഷയമില്ല എന്ന് പച്ചയായി പറയുന്ന ജീവിതമാണ്. അത് വിശ്വാസത്തിൽ കുരുക്കപ്പെട്ട ജീവിതമാണ്. വിശ്വാസത്തിൻ്റെ തെളിനീരുകൊണ്ട്, അതിൻ്റെ തെളിച്ചം കൊണ്ട്, വെളിച്ചം കൊണ്ട് രൂപപ്പെടുത്തപ്പെട്ട ജീവിതമാണ്. അത് വിശുദ്ധമായ ജീവിതമാണ്. സലാഹുദ്ദീൻ അയ്യൂബിയുടെ ചരിത്രത്തിലേക്കൊന്നും ഞാൻ പോവണ്ട, നിങ്ങളെ ഉറക്കം കെടുത്തുന്നില്ല ഞാൻ. അതൊക്കെ പറയുമ്പോൾ ഉറക്കം കിട്ടുമോ? സലാഹുദ്ദീൻ അയ്യൂബി വെറും 10,000-ഓളം വരുന്ന ചെറുപ്പക്കാരെ, ഈ കാണുന്ന കുറേ ചെറുപ്പക്കാരുണ്ടല്ലോ, ആവേശം തോന്നുന്ന ചെറുപ്പക്കാർ, ആ ചെറുപ്പക്കാരെ വിശ്വാസപരമായി, ധാർമ്മികമായി അവരെ തസ്ഫിയത്തിനും തർബിയത്തിനും വിധേയമാക്കിയിട്ട് മൂർച്ച കൂട്ടി കുരിശ് പടയാളികളോട്, ലക്ഷങ്ങൾ വരുന്ന കുരിശ് പടയാളികളോട് നേരിട്ട് ആ യുദ്ധത്തിൽ വിജയിക്കാൻ വെറും കേവലം 10,000 വരുന്ന ആ യോദ്ധാക്കളാകുന്ന ചെറുപ്പക്കാർക്ക് സാധിച്ചത് ചരിത്രം പറയുന്നത് അവിടെ വിശ്വാസത്തിലൂടെ അവർ തീർത്തെടുത്ത അവിടെ തസ്കിയത്ത് ഉണ്ടായിരുന്നു എന്നാണ്. അതാണ് തസ്കിയത്തിൻ്റെ ഫലം. വിശ്വാസം കൊണ്ട് മാത്രമായില്ല, അതിന് മൂർച്ച ഉണ്ടാവണം, തെളിച്ചം ഉണ്ടാവണം. ഞാൻ ഇബ്രാഹിമിന് അദ്ദേഹത്തിൻ്റെ കഥ പറഞ്ഞത് വെറുതെ ഒന്നല്ല. ആലോചിക്കണം, നമ്മളെപ്പോഴും ഒരു താഴ്ന്ന ഒരു മരത്തിൻ്റെ ഫലങ്ങളുള്ള ഒരു കൊമ്പ് പോലെ ആവാൻ നമുക്ക് ആഗ്രഹമുണ്ടോ? ഞാൻ താന്നു കൊടുക്കുക, അത് നടക്കില്ല. ഓനെ ഞാൻ വിട്ടുകൊടുക്കില്ല, നോമ്പങ്ങോട്ട് കഴിയട്ടെ എന്നിട്ട് കാണിച്ചു കൊടുക്കുക എന്നാണ് എല്ലാ വിഷയത്തിലും നമ്മളിപ്പോൾ തീരുമാനിച്ചുള്ളത്. ഇപ്പോൾ കുറച്ച് അടക്കം പറയുന്നത് ഈ ഹറക്കാത്തുകളും സക്കനാത്തുകളും നോമ്പല്ലേ എന്ന് വിചാരിച്ചിട്ടാണ്. ഒരു മരത്തിൽ പഴങ്ങൾ ഉണ്ടാകുമ്പോൾ മരത്തിൻ്റെ കൊമ്പ് താഴോട്ട് നിൽക്കും. തെങ്ങ് നമ്മൾ കണ്ടിട്ടില്ലേ? നമ്മുടെ നാട്ടിൽ സുലഭമാണല്ലോ തെങ്ങിൻ്റെ പട്ട താഴോട്ട് വരുന്നത് എപ്പോഴാണ്? അതിൻ്റെ തെങ്ങിൽ കുലകൾ ഉണ്ടാകുമ്പോൾ അത് താഴോട്ട് വരികയാണ്. അതുകൊണ്ട് നമ്മുടെ വിശ്വാസത്തിൻ്റെയും സൽക്കർമ്മത്തിൻ്റെയും ഫലമായിട്ട് താഴ്മയും വിനയവും റിഫുക്കും തവാളും ഒക്കെ ജീവിതത്തിൽ ഉണ്ടാവണം. അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആനിൽ പറയുന്നില്ലേ, ഇന്നല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്ത് വഅഖ്ബതു ഇലാ റബ്ബിഹിം അല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്ത്. സൽക്കർമ്മങ്ങൾ വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്യുന്നവർ അവരാദ്യം അള്ളാഹുവിലേക്ക് എല്ലാ ഈഗോ മാറ്റിവെച്ച് അവരുടെ ശരീരത്തെ കൊണ്ടുപോയി സബ്മിറ്റ് ചെയ്യാൻ ചുരുട്ടിക്കെട്ടി മടക്കിക്കെട്ടി അള്ളാഹുവിൻ്റെ മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് ജീവിതത്തെ അടയാളപ്പെടുത്തി വിനയാന്വിതരായി വിനീത ഭാവമുള്ളവരായി തവാളുഇൻ്റെ റിഫ്ഖിൻ്റെ അങ്ങേ അറ്റത്തേക്ക് ഉയർന്നു പോവാൻ, അതിൻ്റെ പർവ്വത്തിലെത്താൻ, അതിൻ്റെ ഉന്നതങ്ങളിൽ വിരാജിക്കാൻ അവർക്ക് സാധിക്കുമെന്നാണ്. നമ്മളൊന്ന് താഴ്ന്നു കൊടുത്താൽ നമ്മൾ ഉയരുക മാത്രമാണുള്ളത്. ഉള്ളത് അങ്ങനെയാണ്. കാലത്തിൻ്റെ ചരിത്രം അങ്ങനെയാണ് പറഞ്ഞത്. പല മഹാന്മാരുടെയും ചരിത്രം വായിച്ചു നോക്ക്. അവരൊക്കെ നമ്മളെക്കാൾ വലിയ അസറ്റുള്ളവരോ അറിവുള്ളവരോ ആയിട്ട് പോലും അവർ ജീവിതത്തിൽ മറ്റുള്ളവരുടെ കാഴ്ചപ്പാടിൽ ഏറ്റവും ബഹുമാനപ്പെട്ടവരായത് എന്തുകൊണ്ടാണെന്നറിയോ? അവരുടെ ആ വിനയം കൊണ്ടാണ്. അതുകൊണ്ട് മലപ്പുറം ജില്ലക്കാരെ വിനയം പഠിപ്പിക്കേണ്ട ആളൊന്നുമല്ല ഞാൻ കോഴിക്കോട് ജില്ലക്കാരനാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ജില്ല നിങ്ങളെ ജില്ലയാണ് കേട്ടോ. ഞാൻ ഏറ്റവും കൂടുതൽ പ്രഭാഷണം നടത്തിയിട്ടുണ്ട് ഈ ജില്ലയുടെ പല തീരങ്ങളിൽ. ബഹുമാനനായ ജാബിർ, എൻ്റെ സഹോദരൻ, നിങ്ങൾ ഏത് ഏരിയയിലാണ് പ്രസംഗിക്കാൻ താല്പര്യപ്പെടുന്നതെന്ന് ഇപ്രാവശ്യം എന്നോട് നോട്ടീസിൽ എഴുതാൻ പറഞ്ഞു, ആ ചാർട്ടിൽ എഴുതാൻ പറഞ്ഞപ്പോൾ ഞാൻ എഴുതാതെ വീട്ടിലേക്ക് പോയി. പിന്നെ ഞാൻ ജാബിറിനെ വിളിച്ചു പറഞ്ഞു, ഞാനൊരു മേഖലയിൽ ഒതുങ്ങുന്നില്ല, ഞാൻ മലപ്പുറം ജില്ലയിൽ എവിടെയും പോവാം എന്ന് നിങ്ങൾ എഴുതിക്കോ എന്ന് പറഞ്ഞു. അത് നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടാണ്. നിങ്ങളെ ഞാൻ ഈഗോ ഉള്ള ആൾക്കാരെ കാണൂല, നമ്മളൊന്ന് മനസ്സിലാക്കി വെക്കാനാണ്. ഈ ഈഗോ നമ്മളൊന്ന് വലിച്ചു വാരി എറിഞ്ഞിട്ടില്ല എങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മളാ മലപ്പുറം ജില്ലയുടെ ആ വിത്തപ്രതാപുണ്ടല്ലോ, നിങ്ങളെ മലപ്പുറം ജില്ലക്കാരെ തസ്കിയത്തിൻ്റെയും തർബിയത്തിൻ്റെയും തസ്ഫിയത്തിൻ്റെയും കാര്യത്തിൽ ഞങ്ങളുടെ ജില്ലയിലൊക്കെ അറിയപ്പെടുന്നുണ്ട് കേട്ടോ. നല്ല മനുഷ്യന്മാരാണ്. ഒരു ആൾ ബൈക്ക് ഓട്ടിപ്പോകുമ്പോൾ അയാളുടെ ബൈക്കിൻ്റെ ആ സ്റ്റാൻഡ് തട്ടാതെയാണ് പോകുന്നതെങ്കിൽ ആ നാട്ടുകാർ വിടൂല. കാണുന്നവരൊക്കെ വിളിച്ച് പറഞ്ഞ് കാറെടുത്ത് പിന്നാലെ കൂടിയിട്ട് ഓനെന്ത് ചെയ്യും, സംരക്ഷിക്കാൻ നോക്കും. അങ്ങനെയൊക്കെ നിങ്ങളെപ്പറ്റി ഒരുപാട് അത് പറഞ്ഞതിൻ്റെ വിഷയത്തിലേക്ക് സന്ദർഭം.
നിങ്ങളെ പുകഴ്ത്താൻ വേറൊന്നും കിട്ടാൻ വേണ്ടിയൊന്നുമല്ല, ഒന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പം അത് നിങ്ങൾ നിലനിർത്തണം. നിങ്ങളോട് പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കല്ലോ. അവിടെ തസ്കിയത്ത് ഉണ്ടാവുന്നത് നമ്മുടെ ജീവിതത്തിൽ ചില നീക്കുപോക്കുകൾ ഉണ്ടാകുമ്പോൾ മാത്രമാണ് എന്ന് ഞാൻ ഉറക്കെ പറയുകയാണ്. നീക്കുപോക്കുകൾക്ക് നമ്മൾ തയ്യാറാവണം. ചിലതൊക്കെ മാറ്റിവെക്കാനും പണിയാനും നമ്മൾ തയ്യാറാവുമ്പോൾ മാത്രമേ ഈ പറഞ്ഞത് തസ്കിയത്ത് ഉണ്ടാവും. അതിന് ഒന്നാമതായി വിനയമാണ് ഉണ്ടാവേണ്ടത്. അതിനാണ് ഞാൻ ആദ്യം അവിടെ കൈവച്ചത്. വിനയം ഉണ്ടാവണം. വിനയം വിശ്വാസിയുടെ ഏറ്റവും വലിയ വികാരമായി മാറണം. അത് വലിയ വിചാരമായി മാറണം. അല്ലേ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, റിഫ്ഖ് എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യത്തിലും ഒരു റിഫ്ഖ് ഉണ്ടാവണം. ആർദ്രത എല്ലാ വിഷയത്തിലും ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും, നല്ല കാര്യങ്ങളിലെല്ലാം റിഫ്ഖ് ആർദ്രമാണ് എങ്കിൽ, വിനയത്തോടു കൂടിയാണെങ്കിൽ ഇല്ല സനഹു, അത് ഭംഗിയാവാതിരിക്കുകയില്ല. എന്നാൽ നമ്മൾ ചെയ്യുന്ന ഒരു കർമ്മങ്ങളിലും എന്തില്ല, ആ പറയപ്പെട്ട റിഫ്ഖ് ഇല്ലാതെ പോവുകയാണെങ്കിൽ ഇല്ല ഷാനഹു, അത് വികൃതമാവാതിരിക്കുകയില്ല എന്ന്. നമ്മൾ എത്ര നല്ല ഉടയാടകൾ ധരിച്ചത് കൊണ്ടായില്ല, എത്ര നല്ല വമ്പൻ കാറിൽ വന്ന് ഇറങ്ങിയിട്ടും കാര്യമില്ല, നമുക്ക് ഈ വിനയമില്ല എങ്കിൽ നമ്മളിലേക്ക് ആരും അടുക്കുകയില്ല എന്ന് നമുക്കറിയാം. അതുകൊണ്ട് അത് വേണ്ടപ്പെട്ട ഒരു അമൂല്യമായ സ്വത്താണ്. അതുകൊണ്ട് അള്ളാഹുവിനെ അനുസരിക്കുമ്പോൾ, അവൻ്റെ പ്രവാചകനെ അനുസരിക്കുമ്പോൾ, അള്ളാഹുവിനെ അദൃശ്യമായ തലങ്ങളിലൊക്കെ നിന്നുകൊണ്ട് ഭയപ്പെടുമ്പോൾ, അവനെ സൂക്ഷിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഈ ഒരു നല്ല സ്വഭാവങ്ങൾ കൊണ്ട്, ചിന്തകൾ കൊണ്ട് നമുക്ക് കിട്ടുന്നത് നമ്മൾ വിജയികളുടെ പട്ടികയിൽ ചാർട്ടിൽ ഉൾപ്പെടുന്നു എന്നുള്ളതാണ്. അല്ല നമ്മൾ അശക്തരായി നിസ്സഹായരായി ഈ വിഷയങ്ങളിൽ വഴിമാറിപ്പോവുകയാണെങ്കിലോ നമ്മൾ ഏറ്റവും കഴിവുകെട്ടവരായിരിക്കും. മനിൽ ഖൈസ് യാ റസൂലല്ലാഹ്, ആരാണ് പ്രവാചകരെ മനുഷ്യന്മാരിൽപ്പെട്ട ഏറ്റവും നല്ല ബുദ്ധിമാനായ മനുഷ്യൻ എന്ന ചോദ്യത്തിന് മറുപടി പറഞ്ഞത് നമ്മൾ കേട്ടതാണ്. മൻ ദാന നഫ്സഹു, തൻ്റെ നഫ്സിനെ, തൻ്റെ ഇച്ഛകളെ, തൻ്റെ ആഗ്രഹങ്ങളെ കീഴ്പ്പെടുത്തി ലിമാ ബഅദൽ മൗത്ത്, മരണത്തിന് ശേഷമുള്ള ജീവിതത്തിന് വേണ്ടി ശരിപ്പെടുത്തുന്നവനാരോ അവനാണ് യഥാർത്ഥത്തിൽ ബുദ്ധിമാൻ. അതെ, ജീവിതത്തെ സംസ്കരിക്കുന്നവനാണ് ബുദ്ധിമാൻ. എന്നാൽ മനിൽ ആജിസ്, ആരാണ് അശക്തൻ? മനിത്തബഅ നഫ്സഹു ഹവാ, തൻ്റെ ഇച്ഛയെ ഫോളോ അപ്പ് ചെയ്യുന്നവൻ, തൻ്റെ അഭിഷ്ടങ്ങളും തൻ്റെ ആഗ്രഹങ്ങളും, പൈശാചികതകൾ, ശൈത്താനീയത്ത് അതിങ്ങനെ തികട്ടി വരുമ്പോൾ, ഏത് നോമ്പുകാരനായാലും നമസ്കാരക്കാരനായാലും ആ തിന്മ നമ്മളെ മറികടക്കുന്ന സന്ദർഭങ്ങളിൽ അതിനെ പിടിച്ചു വെക്കാൻ കഴിയാതെ പോകുമ്പോൾ നമ്മൾ ആജിസായി, അശക്തരായി മാറുകയാണ്. നമ്മുടെ മസിൽ പവർ ഉണ്ടായിട്ട് യാതൊരു കാര്യമില്ല. മനസ്സിനാണ് പവർ ഉണ്ടാവേണ്ടത്, മനസ്സിലാണ് മസിൽ ഉണ്ടാവേണ്ടത്. തിന്മകൾക്കെതിരിൽ അതിനെ പിടിച്ചു നിൽക്കാൻ കഴിയണം. വതമന്ന അലല്ലാഹ്, എന്നിട്ട് റസൂലുള്ളാഹി പറഞ്ഞു, എന്നിട്ട് നിങ്ങൾ വലിയ വ്യാമോഹമായിട്ട് നടക്കുകയാണ്, ആഗ്രഹം, പടച്ചോനെ രക്ഷപ്പെടുത്തൂ, ഞാനൊക്കെ കഷ്ടിച്ചങ്ങ് രക്ഷപ്പെടും എന്നൊരു ധാരണ ഉണ്ടല്ലോ, ആ വ്യാമോഹം കൊണ്ട് കാര്യമില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. നമ്മുടെ ഇച്ഛകളെ കടിഞ്ഞാണിട്ട് പിടിക്കാൻ നമുക്ക് സാധ്യത ഉണ്ടാക്കിയെടുക്കണം. നമുക്ക് ആവശ്യമില്ലാത്ത നമ്മുടെ ജീവിതത്തിലുണ്ട്, നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ മേഖലകളിലുണ്ട്, നമ്മുടെ വീടുകളിലുണ്ട്, നമ്മുടെ സാംസ്കാരിക നിലയങ്ങളിലുണ്ട്, നമ്മുടെ സ്ഥാപനങ്ങളിലുണ്ട്. എല്ലായിടങ്ങളിലും നമുക്ക് ആവശ്യമില്ലാത്തത്, നമുക്ക് തടസ്സമായി, നല്ല പ്രവർത്തനത്തിന് തടസ്സമായി നിൽക്കുന്ന പല കാര്യങ്ങളുമുണ്ട്. നമ്മുടെ ജീവിതത്തിൻ്റെ സംസ്കരണത്തിന് വിഘാതമായി നിൽക്കുന്ന പല കാര്യങ്ങളുമുണ്ട്. അതിനൊക്കെ ഒഴിവാക്കുമ്പോഴാണ് നമ്മുടെ മതവും നമ്മളുമൊക്കെ നന്നായിത്തീരുന്നത്. മതത്തിലൂടെ നമുക്ക് നന്നാവാൻ കഴിയുന്നത്. മിൻ ഹുസ്നി ഇസ്ലാമിൽ മർഇ തർക്കുഹു മാ ലാ യഅനി, അല്ലാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ഒരു മനുഷ്യൻ്റെ ഇസ്ലാമിൻ്റെ ഏറ്റവും നല്ല നന്മയിൽപ്പെട്ടതാണെന്ത്? തർക്കുഹു മാ ലാ യഅനിഹി, എന്നെയും നിങ്ങളെയും ഒന്നും പരിഗണിക്കാത്ത പല കാര്യങ്ങളെയും നമ്മൾ ഒഴിവാക്കണമെന്നാണ്. ഏതെല്ലാം കാര്യങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ കഴിയും അതൊന്നും ഞാൻ വിശദമായി പറയുന്നില്ല, സമയമില്ല, കേൾക്കാൻ ഉള്ള ഒരു ശക്തിയും നമുക്കില്ല, പറയാൻ അത്ര ശക്തി എനിക്കുമില്ല. അതുകൊണ്ട് നമുക്ക് ചുരുക്കി പറയാം. അതുകൊണ്ട് വിശുദ്ധ റമദാനിലൂടെ നമ്മൾ തസ്കിയത്ത് നേടിയെടുക്കുമ്പോൾ ആ റമദാനിൻ്റെ പരിശുദ്ധിയെക്കുറിച്ചോ അതിൻ്റെ പവിത്രതയെക്കുറിച്ചോ ഞാൻ പറയേണ്ടതില്ല. എന്നാലൊന്ന് സൂചിപ്പിച്ചു പോവട്ടെ. അത് ഈ മാസത്തോട് ചെയ്യുന്ന ഏറ്റവും നല്ല ഒരു കൂറായിരിക്കുമല്ലോ, ഒരു നന്ദികേടായി പോകും സംസാരിക്കാതിരുന്നാൽ. നമ്മളൊരു പക്ഷേ കേട്ടതായിരിക്കാം, 2 ജൂതന്മാർ അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റെ ഹളറത്തിൽ പ്രസൻറ്റിൽ വന്ന് ഇസ്ലാം മതം പുൽകുകയാണ്, ഇസ്ലാം മതം സ്വീകരിക്കുകയാണ്. സാക്ഷ്യവചനങ്ങൾ ചൊല്ലി ആ 2 ആളും ഒരേ സമയത്ത് പ്രവാചകൻ്റെ അടുക്കൽ വന്ന് ഇസ്ലാം മതം സ്വീകരിക്കുന്നു. അങ്ങനെ അവർ ജീവിക്കുകയാണ്. ജവിത്തൻ്റെ അടുക്കൽ ഒരു ജൂതന് യുദ്ധത്തിൽ പങ്കെടുക്കാനുള്ള ചാൻസ് കിട്ടുന്നു. അങ്ങനെ ആ യുദ്ധത്തിൽ പങ്കെടുത്ത് ആ ജൂതൻ ഷഹീദാവുകയാണ്. മറ്റേ ജൂതൻ ആ ചാൻസ് കിട്ടിയില്ല, അദ്ദേഹം പിന്നെയും ജീവിച്ചു. ആ സമയത്താണ്
അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു ഒരു സ്വപ്നം കാണുന്നത്. പ്രവാചകൻ ജീവിച്ചിരിക്കുമ്പോൾ സഹാബി കാണുന്ന സ്വപ്നത്തിന് അതിൻ്റെ സത്യാവസ്ഥ പറഞ്ഞു കൊടുക്കാൻ പ്രവാചകൻ ഉണ്ടാകുമ്പോൾ വിഷയമില്ലല്ലോ. അബൂ ത്വൽഹ കണ്ട സ്വപ്നം എന്താണ്? ഈ 2 ജൂതന്മാരിൽ നിന്ന് ഒരാൾ ആദ്യം സ്വർഗത്തിലേക്ക് പോകുന്നു. ആ പോകുന്ന ആളാരാണ്? ഷഹീദായ ആളല്ല. അതാരാണ്? ഷഹീദിന് ശേഷം പിന്നെയും 1 വർഷം ജീവിച്ച് മരിച്ച 2ാമത്തെ ജൂതൻ ആദ്യം ഈ ഷഹീദിനെ മറികടന്ന് സ്വർഗത്തിലേക്ക് പോകുന്നതാണ് അബൂ ത്വൽഹ സ്വപ്നത്തിൽ കാണുന്നത്. പ്രവാചകനോട് ഈ വിഷയത്തിൻ്റെ വിവരണം ചോദിച്ചപ്പോൾ റസൂലുള്ള പറഞ്ഞു, ഓക്കെ, അത് ശരിയാണ്. റസൂലുള്ള വളരെ പെട്ടെന്ന് ഉത്തരം പറഞ്ഞു, ഓക്കെ, അതാണ് ശരി. എന്തുകൊണ്ട്? ആ 2ാമത്തെ ജൂതൻ 1 റമളാനിൽ കൂടി ജീവിച്ചു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത. അപ്പോൾ ഷഹീദിനേക്കാൾ പദവി എന്നൊന്നും പറയേണ്ട ആവശ്യമില്ല. അതിൻ്റെ പുണ്യവും പ്രാധാന്യവും അതിൻ്റെ മാഹാത്മ്യവും അതിൻ്റെ ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും ഒക്കെ ഉൾക്കൊള്ളാൻ പറ്റുന്നൊരു ചരിത്രമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. 1 റമളാൻ കൂടിയാണ്. അതിൻ്റെ 13ഓ 14ഓ ഇവിടെ ഇപ്പോൾ ഇത്ര നിൽക്കാറില്ല, അങ്ങനെ ചോദിക്കാൻ പാടില്ല. 11 എന്നാ തുടങ്ങിയെന്ന് അറിയില്ലല്ലോ. അപ്പോൾ എല്ലാ സ്ഥലത്തും പറയാം, ഞാൻ ആദ്യ ദിനങ്ങളിലൂടെ അവസാനത്തെ ദിനങ്ങളിലൂടെ എന്ന് പറഞ്ഞു പോകും, അല്ലാണ്ട് ഇത്രാമത്തെ ദിവസത്തിലാന്ന് പറയാൻ ധൈര്യത്തിൽ പറയാൻ പറ്റില്ല, ചോദ്യം ചെയ്യും. അതുകൊണ്ട് ഞാൻ പറയുന്നില്ല, ഓട്ടെ. അപ്പോൾ ഏതായിരുന്നാലും ശരി, ഈ പരിശുദ്ധ റമളാനിലൂടെ നമ്മൾ കഴിഞ്ഞു പോകുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ നേടിയെടുക്കേണ്ടതായ കുറേ ചിന്തകളിൽപ്പെട്ടതാണത്. ഇപ്പോൾ റമളാൻ എന്ന് പറഞ്ഞാൽ മദ്രസത്തു സ്വബരി വ തഖ്വ എന്നൊരു ഡെഫിനിഷൻ കൂടി അതിനുണ്ട്. മദ്രസത്തു സ്വബരി വ തഖ്വ നമ്മൾ കേട്ടതായിരിക്കാം. എന്താ മദ്രസത്തു സ്വബരി വ തഖ്വ എന്ന് പറഞ്ഞാൽ? അത് ഈ റമളാൻ എന്ന് പറയുന്നത് ക്ഷമയുടെയും സഹനത്തിൻ്റെയും തഖ്വയുടെയും അതേ സൂക്ഷ്മതയുടെയും ഒരു പാഠശാലയാണെന്ന. ഈ പാഠശാലയിൽ നമ്മൾ ഈ 10-13 ദിവസമായി പണിയെടുത്തിട്ട് നമ്മൾക്ക് എന്തെങ്കിലും ഒരു മാറ്റം, ചേഞ്ച് നമ്മുടെ ശരീരത്തിൽ ഉണ്ടായിട്ടുണ്ടോ, മനസ്സിനുണ്ടായിട്ടുണ്ടോ? ഏറ്റവും ചുരുങ്ങിയത് അല്ലദീന യുൻഫിഖൂന ഫിസ്സറാഇ വല്ലറാഇ വൽകാളിമീനൽ ഗൈള വൽആഫീന അനിൻ നാസ്. അല്ലേ? അല്ലാഹു വിശുദ്ധ ഖുർആനിലൂടെ പറയുന്ന 3 കാര്യങ്ങളാണ്. എന്താണത്? ഒന്ന്, രഹസ്യമായ പരസ്യമായ എന്നല്ല, പെട്ടെന്ന് നമുക്ക് മനസ്സിൽ അങ്ങനെ വരും. അല്ല, ഫിസ്സറാഇ വല്ലറാഇ, പ്രയാസമുള്ളപ്പോഴും ഞെരുക്കമുള്ളപ്പോഴും അതെ പ്രയാസമില്ലാത്തപ്പോഴും വളരെ ഈസിയായി ജീവിക്കാൻ കഴിയുന്ന ഐശ്വര്യമുള്ള നാളുകളിലും ഐശ്വര്യം കുറേ കുറഞ്ഞ പ്രയാസങ്ങളൊക്കെ ഉള്ള സാമ്പത്തികമായി പ്രതിസന്ധിയുള്ള സമയങ്ങളിലുമൊക്കെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ എന്ത് ചോദിച്ചാലും കൊടുക്കുന്നവരും ചിലവഴിക്കുന്നവരും അവർ ആരാണ്? തഖ്വയുള്ളവരാണ്. തഖ്വ അങ്ങനെ ആർജിച്ചെടുക്കേണ്ടതാ. അതാ തഖ്വ എന്ന് പറയുന്നത്. നമ്മുടെ സാമ്പത്തികമായ അസറ്റിൽ എന്തെങ്കിലും ചെറിയ 1 കോടി ബാങ്ക് ബാലൻസ് ഉള്ളവന് 5 ലക്ഷമോ 10 ലക്ഷത്തിൻ്റെയോ അതേ കുറവ് വരുമ്പോഴേക്കും പിന്നെ ഇല്ലായ്മയും പ്രാരാബ്ദവും പറഞ്ഞിട്ട് ആർക്കും ഒന്നും കൊടുക്കാതെ സക്കാത്തുമില്ല സദക്കയില്ല എല്ലാം നിർത്തിച്ച് എല്ലാം സ്റ്റോപ്പ് ചെയ്തെന്ന് പറയുന്ന എത്ര ആൾക്കാരുണ്ട്? ആലോചിച്ച് നോക്കും നിങ്ങൾ. എന്ത് തഖ്വയിലുള്ളത്? ഒരു തഖ്വയില്ല. തഖ്വയുള്ളവർക്കത് പറയാൻ കഴിയില്ല. പ്രത്യേകിച്ച് ഈ മാസത്തിൽ നമ്മൾ പിരിവുകാരെ കൊണ്ട് നമ്മൾ ആകെപ്പാടെ ബുദ്ധിമുട്ടി പ്രയാസപ്പെട്ട് നിൽക്കുകയാണ്. പള്ളിക്ക് ഞാൻ പോകുന്നില്ല. എൻ്റെ നാട്ടിലെ ഭാഷയെ പറഞ്ഞാൽ പണ്ടാരടക്കാന്ന് വരെ പറയുന്നവരുണ്ട്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാർ. എന്ത് തഖ്വയിലുള്ളത്? അങ്ങനെ കൊടുത്തിട്ട് വല്ല കാര്യമുണ്ടാവും? പിരിവിൻ്റെ കൊട്ടയിൽ ഞാൻ ഇവിടെ പിരിക്കുന്നൊന്നുമില്ല, അതിന് വേണ്ടി പറയല്ല. പിരിവിൻ്റെ കൊട്ടയിൽ കീറിയ 20 ഉറുപ്പിൻ്റെ നോട്ട് ഞാൻ എത്രയോ കണ്ടിട്ടുണ്ട്. കീറിയത് മാത്രം, അത് അതിനായിട്ട് കൊണ്ടുവരികയാണ്. അത് കൊണ്ടുവന്ന് ഇട്ടിട്ട് എന്ത് ചെയ്യും? അടക്കം പറഞ്ഞു പോവുക. ആ ജാതി തഖ്വയാണ്. സദക്കയുടെ കാര്യത്തിൽ, സക്കാത്തിൻ്റെ കാര്യത്തിൽ കണക്ക് കൂട്ടിയാൽ എത്ര ആയാലും ഇങ്ങോട്ട് അത് അതിന് മൈനസ് ചെയ്യാനും പ്ലസ് ചെയ്യാനും നമുക്ക് കഴിയില്ല. അത് അരിച്ച് പെറുക്കി നാശിപ്പിച്ചിട്ട് ആട്ടും കൊണ്ടും ചോദ്യം ചോദിച്ച് എരപ്പാക്കിയിട്ട് അവസാനം ഒരു 250 ഉറുപ്പ്യ സക്കാത്ത് സെല്ലിലേക്ക് വലിയ ധാനായിട്ടാണ് കൊണ്ടുപോയി കൊടുത്തിട്ട് അവിടെ അങ്ങനെ ഞെളിഞ്ഞ് നിന്ന് വലിയ വമ്പത്തരം പറയും കമ്മിറ്റിയിലൊക്കെ. കൊടുക്കാത്തോലാരാ? കൊടുത്തോലാരാ ചോദിക്കുന്നവൻ പറയുന്നവൻ ആകെ 250 ഉറുപ്പ്യ കൊടുത്തിട്ടുണ്ടാവും. ഓൻ്റെ 1 മാസത്തെ എന്താണ് കണക്കൂട്ടി അതിൻ്റെ 2.5% പോലും കൊടുത്തിട്ടുണ്ടാവില്ല. ആ ജാതി കുറേ സക്കാത്ത് കൊടുക്കുന്ന ആൾക്കാരുണ്ട് കേട്ടോ. ഞാൻ കുറ്റപ്പെട്ടതല്ല. ഇതിലൊക്കെ വലിയ മാറ്റം വരണം. നമ്മൾ കണിശമായി നിസ്കരിച്ചാൽ പോരാ, കണിശമായി സക്കാത്തും കൊടുക്കണം. അത് തസ്കിയത്തും ഉള്ളവർക്ക് നടക്കും. അല്ലാത്തവരൊക്കെ ഒരു മേമ്പടിക്ക് ഇങ്ങനെയാണ് പറഞ്ഞു പോകുന്നല്ലാതെ വേറൊന്നും ഉണ്ടാവില്ല. അങ്ങനത്തെ കുറേ മനുഷ്യന്മാരുണ്ട് കേട്ടോ നമ്മളെ കൂട്ടത്തിൽ. അവർ മറക്കണ്ട. നിങ്ങൾ നോക്കുക. അതുകൊണ്ട് ദേഷ്യം വന്നാലോ, ഇപ്പം ഞാൻ എൻ്റെ പ്രസംഗം കേട്ട് ദേഷ്യം പിടിക്കുന്നവരുണ്ടാവും. നിങ്ങളിങ്ങനെ അണ്ണപ്പല്ല കൊണ്ട് കടിച്ച് പിടിച്ച് ചെങ്ങായിനെ പേടുന്ന ഇവർക്ക് കിട്ടിയെന്നൊക്കെ ചോദിക്കുന്നവരുണ്ടാവും. ഇവനെ ഇപ്പോൾ കിട്ടി നിൽക്കുന്നൊക്കെ അല്ലേ? ദേഷ്യം പിടിച്ചിട്ട് പറയാൻ പറ്റില്ലല്ലോ. വൽ കാളിമീനൽ ഗൈള, പിടിച്ചോളി കേട്ടോ. അണപ്പല്ലുകൊണ്ട് തന്നെ പിടിച്ചോളി. അത് നിങ്ങളെ തഖ്വൻ്റെ ഭാഗമാണ്. അല്ലെ നിങ്ങൾ എഴുന്നേറ്റ് ചൂടാവൂലേ? എഴുന്നേറ്റ് ചൂടാവണ്ട, കടിച്ചു പിടിക്കാനാണ് പറഞ്ഞത്. ദേഷ്യം വരുമ്പോൾ കടിച്ചു പിടിക്കുന്നുണ്ടോ? നമുക്ക് തഖ്വയുണ്ട്. റമളാനിലൂടെ നമ്മൾ തസ്കിയത്തുള്ളവരായിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുക. വൽ ആഫീന അനിൻ നാസ്,
വിട്ടുകൊടുക്കാൻ തയ്യാറുണ്ടോ നമുക്ക്? നമ്മളോട് പലതും ചെയ്തിട്ടുണ്ടാവാം. അവരുടെ വിവരമില്ലായ്മ കൊണ്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ടോ നമ്മളോട് കയർത്ത് സംസാരിച്ചവരുണ്ടാവാം. പല നിലക്കും നമ്മളെ നശിപ്പിക്കാൻ ശ്രമിച്ചവരുണ്ടാവാം. അവരൊക്കെ കാണുമ്പോൾ അവർക്ക് വിട്ടുവീഴ്ച കൊടുക്കാൻ നമ്മൾ തയ്യാറാവണം. കാരണം എന്താണ്? അള്ളാഹു നമ്മളോട് വിട്ടുവീഴ്ച ചെയ്യണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നില്ലേ എന്ന് അള്ളാഹ് ചോദിക്കുന്നില്ലേ? അപ്പോൾ ഓക്കെ എന്നല്ലേ നമ്മൾ മറുപടി പറയുന്നത്? അല്ലേ? ആണ്. വേണ്ടാന്ന് പറയും ആരെങ്കിലും ഇല്ല. അതുകൊണ്ട് അള്ളാഹ് പറയുന്നത്, എന്നാ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ കൂടപ്പിറപ്പുകൾക്ക്, ഭാര്യയ്ക്ക് വിട്ടുകൊടുക്കാത്ത ഭർത്താവ് ഇല്ലേ, ആ ജാതി ലോകത്തുള്ളത്. നമ്മൾ എത്ര ഡിവോഴ്സാണ് നടക്കുന്നത്? ചെറിയ നിസാരമായ വിഷയം. ഇന്ന് സുബഹിക്കും ഇന്നലെ രാത്രി 12:30 മണിക്കാണ് ഞാൻ എൻ്റെ വീട്ടിൽ വയനാട് ജില്ലയിൽ 1-2 സ്ഥലത്ത് പ്രഭാഷണം കഴിഞ്ഞ് വീട്ടിലെത്തുന്നത്. അപ്പോൾ 12:15 എൻ്റെ കുടുംബത്തിൽ, അകന്ന കുടുംബത്തിൽപ്പെട്ട ഒരാൾ വിളിക്കുകയാണ്. അവരുടെ ഇടയിൽ എന്താ പ്രശ്നം? ഭാര്യയും ഭർത്താവും തെറ്റിയിരിക്കുക, 2 കട്ടിൽമേലായി രണ്ടാളും. രാവിലെ ഈ പലഹാരത്തിനെ ഓളെ വീട്ടിലേക്ക് എത്തിക്കണമെന്നാണ് പുതിയാപ്പിളിൻ്റെ ഓർഡർ എന്നോട്. ഒരകന്ന ബന്ധുവാണ് ഞാൻ. എന്താ ഉണ്ടായത്? നിങ്ങളാലും നിസ്സാരമായ വിഷയം. ഞാൻ ചോദിച്ചു നോക്കിയപ്പോൾ നിസ്സാരമായ വിഷയമാണ്. അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയുന്നില്ല. യാതൊരു അഡ്ജസ്റ്റ്മെൻറ്റും ഇല്ല. എന്ത് തസ്കിയത്തുള്ളത്? പറയുമ്പോൾ വലിയ മുസ്ലിമാണ്, മുവഹിദാണ്, മുജാഹിദാണ് എന്ന് പറയും. പണ്ട് നമ്മളെ കൂട്ടത്തിലൊരു പ്രാസംഗികൻ പറയുന്നുണ്ടായിരുന്നു, പറയുമ്പോൾ മുജാഹിദ്, പറയാൻ മുജാഹിദെന്ന്. ആ ജാതി മുജാഹിദായിട്ട് നമ്മൾ നടക്കുകയാണ് പല കാര്യത്തിലും. അതുകൊണ്ട് ഏത് വിഷയത്തിലും വിട്ടുവീഴ്ച ചെയ്യാൻ നമ്മൾ തയ്യാറാവും. ഭർത്താവ് ഭാര്യനോട് വിട്ടുവീഴ്ച ചെയ്യില്ല. നിങ്ങൾ തമാശ പറയുന്നത് വിചാരിക്കരുത്. ഈ പെണ്ണുങ്ങൾക്കാണ് ഏറ്റവും നല്ല മറവി, അതുപോലെ തന്നെ ഏറ്റവും നല്ല ഓർമ്മശക്തിയും. അഭിലാഷോ എന്തോ ഒരു പേരുണ്ട്, എന്താണ് ഗുരുവായൂർ, നിങ്ങൾ കേട്ടില്ലേ? കേട്ടോലുണ്ടാവില്ലേ? റീൽസ് കാണാത്തോലുണ്ടാവില്ലല്ലോ. 1 മണിക്കൂറൊക്കെ ഒരു ജുസു ഓതേണ്ട സമയമല്ല, 2 ജുസു ഓതേണ്ട സമയം റീൽസ് ഓതുന്ന ആൾക്കാരാണ് നമ്മളൊക്കെ. തൊട്ട് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ പിന്നെ സരവരോന്ന് ഇങ്ങനെ വരിക. അതിലിങ്ങനെ പണ്ടത്തെ റെയിൽവേ ഗേറ്റ് തുറന്ന മാതിരി പല ജാതിയും വരും. നമ്മൾ നോമ്പ് തുറക്കുമ്പോൾ നോമ്പ് തുറന്നറില്ലേ, ആ ജാതി തുറക്കുന്ന ആൾക്കാരാണ് നമ്മൾ. ഉന്നക്കായും പത്തിനും ഏറ്റവും മറിച്ചോ എല്ലാം ഒന്നായിട്ട് അടിച്ച് കയറ്റുന്ന മാതിരി ഇപ്പോൾ റീൽസ് ഇങ്ങോട്ട് തുറന്നാൽ എന്തെല്ലാം ജാതിയാണ് വരുന്നത്, കണ്ട മുണ്ട വരികയാണ്. അതിങ്ങനെ കണ്ട് കുത്തിരിക്കുക. കൂട്ടത്തിൽ നല്ലതും ഉണ്ടാവും കേട്ടോ, നല്ലത് കാണേണ്ടത് ഞാൻ പറയുന്നില്ല. നിങ്ങൾ ആലോചിച്ച് നോക്ക്. പെണ്ണുങ്ങൾക്ക് ഭയങ്കര ഓർമ്മശക്തിയാണ്, ഭയങ്കര മറവിയാണ്. വെറുതെ അല്ല. അതിങ്ങനെ ഞാനത് കേട്ടപ്പോൾ ചിന്തിച്ച് നോക്കി, വളരെ ശരിയാണ്. ഞാൻ എൻ്റെ പെണ്ണുങ്ങളെ പറ്റി പറയാമല്ലോ അല്ലേ? എൻ്റെ പെണ്ണുങ്ങളെ കല്യാണം കഴിച്ചുകൊണ്ടൊന്ന് 3-ാമത്തെ ദിവസം ചെറിയൊരു സംഭവം ഉണ്ടായി. സാരിൻ്റെ പ്രശ്നത്തിൽ. ഓൾ ഇവിടെ ഒന്നുമില്ല, കേൾക്കുകയില്ല. അതുകൊണ്ട് പറയാം, സാരി ഓൾ വിചാരിച്ച് 3000 റുപ്യൻ്റെ ആണ്, പക്ഷേ ഞാൻ 300 റുപ്യൻ്റെ വാങ്ങിയത്. എത്ര കൊല്ലം മുമ്പാണ് നിങ്ങൾ ആലോചിക്കണം. എപ്പോൾ ഒന്ന് വാങ്ങുന്നിട്ടാരും പോയിട്ട് വെറുതെ പ്രശ്നം ഉണ്ടാക്കണ്ട. ഞാൻ 300 വല്ലാഹി 300 റുപ്യൻ്റെ സാരിയാണ് വാങ്ങിയത്. 3000 റുപ്യൻ്റെ സ്റ്റിക്കർ ഒട്ടിച്ച് കൊടുത്ത്. ഇവളതൊരു മാസം സൂക്ഷിച്ച് ആരോ ഈ രഹസ്യം പുറത്ത് പറഞ്ഞു കൊടുത്ത്. എൻ്റെ പെങ്ങൾ ഞാൻ തോന്നുന്നു, ഓടും എല്ലാം പറഞ്ഞു കൊടുത്ത്. എന്നോട് നോക്കുന്നതോ ദേഷ്യം ഉണ്ടോ പറഞ്ഞു കൊടുത്താൽ, ഓനെ 300 റുപ്യൻ്റെ സാരി എനിക്ക് വാങ്ങി ഓർമ്മ ഉണ്ടോന്ന്. ഓളിതും ഇങ്ങനെ പണ്ട് ഞങ്ങളുടെ നാട്ടിലൊരു ആനക്ക് നിധി കിട്ടിയൊരു കഥ പറയലുണ്ട്, എൻ്റെ വാപ്പ പറയണ്ടേ. അതിങ്ങനെ തൊള്ളയിൽ വെച്ചിട്ട് ആന തൊള്ള ഉറക്കാണ്ട് മുതലാളിലെ യജമാനെ കാണുന്നവരേ നിന്നാണ് കഥ. ആ കഥ ഞാൻ പറയുന്നില്ല. അതേപോലെ ഇവളിതിങ്ങനെ അണ്ണാക്കിൽ വെച്ച് പിന്നെ ഇവിടെ വെച്ച് ഇങ്ങനെ കുറേ കൊണ്ടുവരുന്നു. ഓരോ ദിവസം എന്നോടാണ് പൊട്ടിച്ച് എപ്പോഴാണ് നിങ്ങൾ 15 കൊല്ലം കഴിഞ്ഞതിന് ശേഷം 15 കൊല്ലം കഴിഞ്ഞ ശേഷം നിങ്ങളെനിക്ക് നല്ലോണം അറിയാം. നിങ്ങൾ അന്ന് എന്നെ പറ്റിച്ചാളല്ലേ 300 റുപ്യൻ്റെ സാരിയല്ലേ നിങ്ങൾ വാങ്ങിയേ? ഇത് മറന്നിട്ടില്ല ഈ പെണ്ണ്. നിങ്ങൾ ആലോചിച്ച് നോക്ക്. പെണ്ണുങ്ങൾ മറക്കൂല. ഭയങ്കര മറവി, ഭയങ്കര ഓർമ്മശക്തിയാണ്. എന്നാലോ ഭയങ്കര മറവിയാണ്. കഴിഞ്ഞ ആഴ്ച ആയിരിക്കും ഓള് പറഞ്ഞെന്തോ സാധനം വാങ്ങി കൊടുത്തു. അത് ഓക്കോട്ടെ ഓർമ്മ തന്നെ ഉണ്ടാവില്ല. എന്ന് വാങ്ങി, എവിടെ വാങ്ങി, എപ്പം വാങ്ങി? സുബ്ഹാനല്ലാഹ്. ഇനി നമ്മളേട്ടോ പോവുകയാണെങ്കിൽ ഏട്ടാ പോകണം, എപ്പോഴാണ് വരിക, എങ്ങനെ പോവുക, എങ്ങനെ വരിക, എപ്പോഴാണ് വരിക? ഭയങ്കര ചോദ്യമാണ് അല്ലേ? എന്നാലോ ഓലേട്ടോ പോവുകയാണെങ്കിൽ ഞാൻ പോകട്ടെ, എന്നാൽ ഇനി പോയിപ്പോൾ ഒരു വളയെന്ന് അറിയും പുതിയാപ്പിളാർ. അത്രയല്ല പറയും. നിങ്ങളങ്ങനെ അറിയൽ ചോദിക്കൽ? ആ പോയ വഴി മുഴുവൻ ഗൂഗിൾ എടുത്ത് പോയിട്ട് അതിൻ്റെ പിന്നാലെ പോയി തപ്പി തിരഞ്ഞ് കൊണ്ടുവരും. എപ്പോഴാണ് വന്ന് ചോദ്യം ചെയ്യാം. ഇതൊക്കെ തന്നെ സംസ്കരണം ഇല്ലെങ്കിൽ ഇതൊക്കെ ഉണ്ടാവും കേട്ടോ. അതിനാണ് ഞാനിതൊക്കെ പരത്തി പറഞ്ഞ അതിനാണ്. വേറെ വിഷയമായിട്ടൊന്നുമല്ല. 2-3 മണിക്കൂർ ഉണ്ടെങ്കിൽ സംസാരിക്കാൻ ഞാൻ നിർത്തുകയാണ്, കുറച്ചേ പറയുന്നു. അതുകൊണ്ട് ഇവിടെയൊക്കെ വിട്ടുവീഴ്ച ചെയ്യാൻ. ഇപ്പോൾ ഇതിനടുത്തൊരു തമാശ നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ട് തമാശ. ഗൂഗിൾ ആണോ പെണ്ണോ ഒന്ന് പറയും, ചിരിച്ചാൽ പോരാ. ആരാ? പെണ്ണല്ല ആണുമല്ല, എന്നാൽ പെണ്ണാണെന്ന് ഒരുത്തം പറഞ്ഞത്. കാരണം എന്താ അറിയോ? ഗൂഗിൾ പെണ്ണാവാനുള്ള കാരണോ പറഞ്ഞത്, നമ്മൾ എന്തെങ്കിലും ഒന്ന് ഗൂഗിളിൽ ടൈപ്പ് ചെയ്ത് തുടങ്ങുമ്പോൾ മറുപടി അറിയാൻ തുടങ്ങും അല്ലേ? ഒരു നിലയ്ക്ക് വലിയ ഉപകാരമാണ്. നമ്മളെന്തെങ്കിലും ഒന്ന് പറയുമ്പോൾ അതിൻ്റെ ആദ്യ അക്ഷരം പറയുമ്പോൾ ഉത്തരം കിട്ടിപ്പോയി. അതാ പെണ്ണുങ്ങൾ. നിങ്ങൾക്ക് തസ്കിയത്തില്ലായിട്ടാണ്. നിങ്ങളെ ഭർത്താക്കന്മാർ നിങ്ങളോടൊന്ന് പറഞ്ഞ് തുടങ്ങിയിട്ടുണ്ടോ, അപ്പോഴേക്ക് ചാടി വീണ് അതാകെ കലക്കി മറിച്ച് ഫസാദാക്കി. മൂപ്പര് പറയാൻ വിചാരിച്ച കാര്യം മൂപ്പര് പറഞ്ഞിട്ടുണ്ടാവില്ല, മൂപ്പര് അപ്പൊക്കെ ഇറങ്ങിപ്പോയിട്ടുണ്ടാവും. അതുകൊണ്ട് ഗൂഗിള് പെണ്ണ് തന്നെയാണ് കേട്ടോ, ഗൂഗിള് പെണ്ണ് തന്നെയാണ്. ഓക്കെ. അതുകൊണ്ട് വിട്ടുവീഴ്ച ചെയ്യാൻ, പറയുന്നത് കേൾക്കാൻ,
ഒന്ന് പിടിച്ചു നിൽക്കാൻ ഒക്കെ നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ തസ്കിയത്ത് തർബിയത്ത് എന്നൊക്കെ എന്നെപ്പോലത്തെ ആൾക്കാർക്ക് വാൽതറിയാൻ നിങ്ങളെപ്പോലത്തെ കേൾക്കാൻ മാത്രമുള്ള ഒരു രസമുള്ള വിഷയം മാത്രമായിരിക്കും. ഇന്നല്ലാഹു ഇശ്തറ മിനൽ മുഅ്മിനീന അൻഫുസഹും വഅംവാലഹും ബിഅന്ന ലഹുമുൽ ജന്ന. തസ്കിയത്തുള്ളവരാണെങ്കിൽ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സ്വന്തം ശരീരം ഫിലസ്തീനികൾ കൊടുക്കാൻ തുടങ്ങിയിട്ട് എത്ര വർഷങ്ങളായി? അവർക്കൊരു വിഷമവും ഇല്ല, ഒരു പ്രയാസവും ഇല്ല. മരിച്ച് സ്വന്തം മക്കൾ മരിച്ച് വീഴുകയാണ്. ഏറ്റവും നല്ല കുടുംബ ബന്ധമുള്ളവരാണ്, മക്കളോട് ഭയങ്കര സ്നേഹമുള്ളവരാണ്, ഭർത്താക്കന്മാരോട് ഭയങ്കര സ്നേഹമുള്ളവരാണ് ആര്? ഫിലസ്തീനികൾ എന്ന ചരിത്രം നമ്മൾ വായിക്കുകയാണ്. അതിൻ്റെ കാരണം പറഞ്ഞെന്താ? രാവിലെ ഇറങ്ങിപ്പോകുന്ന ഭർത്താവ് ഏത് ടേണിംഗ് പോയിന്റിൽ ഇസ്രായേലിൻ്റെ അതേ ബോംബ് വർഷത്തിന് വിധേയമാവുമെന്ന് ആ ഭാര്യക്കറിയില്ല. അതുകൊണ്ട് കുറഞ്ഞ സമയമുള്ളൂ, ഭർത്താവിനോട് മാന്യമായി പെരുമാറണം, പുഞ്ചിരിച്ച് സംസാരിക്കാൻ കഴിയുന്ന ആ ഭാര്യക്കറിയാം. അതുപോലെ തന്നെയാണ് ഭാര്യയുടെ അവസ്ഥയും ഭർത്താവിനറിയാം. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിപ്പോയാൽ എൻ്റെ വീട് ഇസ്രായേൽ ജൂതൻ തകർത്ത് ചിലപ്പോൾ എൻ്റെ ഭാര്യയുടെ ശരീരം പോലും എനിക്ക് കിട്ടാത്ത അവസ്ഥയ്ക്ക് ഉണ്ടാവുക, കാണാൻ കഴിയില്ല. മക്കൾ സ്കൂളിലേക്ക് പോകുമ്പോൾ ആ കുട്ടി ഒരുപക്ഷെ സ്കൂൾ തകർന്ന് മരിച്ചു പോകുമെന്ന് ചിന്തിക്കുന്ന ഫിലസ്തീനിക്ക് ആ കുട്ടിയെ സ്നേഹിക്കാനും ആ കുട്ടിയോട് നല്ലത് പറയാനേ സമയമുണ്ടാവൂ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അതൊക്കെ ഓർക്കുമ്പോൾ നമുക്ക് ആരോടും കയർക്കാനോ ദേഷ്യപ്പെടാനോ സമയമല്ല. അതാണ് ഫിലസ്തീനികൾ നമുക്ക് തെളിയിച്ച് കാണിച്ചു തരുന്നത്. സ്ഥൈര്യവും ധൈര്യവും എന്താണ്, ഈമാനികമായ ആവേശം എന്താണ് എന്നൊക്കെ അവർ നമ്മളോട് പറയാതെ പറയുന്നുണ്ട്. ജീവിതത്തിൽ നമ്മളൊക്കെ ആ ഒരു രംഗങ്ങളിലേക്കാണോ പോകുന്നത് എന്ന ആശങ്കയാണല്ലോ നമുക്കുള്ളത്. അള്ളാഹു നമ്മളെ കാക്കും, അവൻ്റെ കാവലുണ്ടാവും. നമ്മൾ അതിനു മുമ്പ് നമ്മുടെ സമ്പത്തും നമ്മുടെ ശരീരവും അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടി സമർപ്പിക്കാൻ മനസ്സുള്ള, അതിനു മാത്രം ശരീരത്തെ അള്ളാഹുവിന് വിധേയപ്പെടുത്തിയവരാവണം എന്നതാണ് പറഞ്ഞതുകൊണ്ട് അർത്ഥമാവുന്നത്. സാഹചര്യങ്ങളാണ് എന്നെ പലപ്പോഴും കേടുവരുത്തിയത് എന്ന് പറയുന്നവരാണ് നമ്മൾ. സാഹചര്യം നമ്മളെ കേടുവരുത്തൂല, നമ്മളെ തസ്കിയത്തില്ലാത്തവരാക്കൂല. കാരണം ഇസ്ലാമിൻ്റെ ചരിത്രം അങ്ങനെയാണ് നമ്മളെ പഠിപ്പിക്കപ്പെട്ടത്. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ചരിത്രം മാത്രം പഠിച്ചാൽ മതി. യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിന് ചെറിയ സാഹചര്യം, ചെറിയ ജീവിതത്തിൻ്റെ ആ ഒരു കാലഘട്ടത്തിൽ പോലും മോശമായ സാഹചര്യം അല്ലേ, പൊട്ടക്കിണറ്റിൽ ഇറക്കി വെച്ചു മറ്റു സഹോദരന്മാർ. അവിടുന്ന് ആ കുട്ടിക്ക് മോശമായി ചിന്തിക്കാമായിരുന്നു, ചിന്തിച്ചില്ല. അള്ളാഹുവിൻ്റെ കരുതലും കാവലും വരുന്നത് വരെ ആ കുട്ടി പൊട്ടക്കിണറ്റിൽ തന്നെ ജീവിച്ചു. അവിടുന്ന് സുരക്ഷിതമായി അസീസ് രാജാവിൻ്റെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോയി. അസീസ് രാജാവിൻ്റെ ഭാര്യക്ക് ഈ സുന്ദരനായ ചെറുപ്പക്കാരനെ കണ്ടപ്പോൾ തൻ്റെ അഭിഷ്ടം അതെ തൻ്റെ ദേഹേച്ഛയെ അടക്കി വെക്കാൻ കഴിയാതെ വന്നപ്പോൾ കയറി പിടിക്കാനും ആഗ്രഹങ്ങൾ പ്രകടിപ്പിക്കാനും തുടങ്ങി. കുതറി ചാടി ഓടി മാറി. അപ്പോൾ പിന്നിൽ നിന്ന് പിടിച്ചു, വസ്ത്രം കീറിപ്പോയി. കഥകൾ നമ്മൾ കേട്ടതാണ്. എന്തുകൊണ്ട് സാഹചര്യം യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ കേടുവരുത്തിയില്ല? കഴിഞ്ഞില്ല. പിന്നെയും കൊണ്ടുപോയി. എവിടെ കൊണ്ടുപോയി കിടത്തി? മഹാനായ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ കള്ളന്മാരും കൊള്ളക്കാരും അതേ തെമ്മാടികളും താന്തോന്നികളെയും പാർപ്പിച്ചിട്ടുള്ള ജയിലറക്കുള്ളിൽ മഹാനായ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ കൊണ്ടുപോയി പാർപ്പിച്ചിട്ട് സാഹചര്യം മോശമായതുകൊണ്ട് അവിടുന്ന് കേടുവന്നു പോയിട്ടില്ല മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം. അതാണ് പ്രവാചകന്മാരിലൂടെ നമുക്കുള്ള പാഠം പ്രിയപ്പെട്ടവരെ. അതിൽ നിന്ന് ഒട്ടും ഭിന്നമല്ല അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം. താന്തോന്നികളും തെമ്മാടികളും വൈൻ വാർ വുമൺ 3W വേണ്ടി മാത്രം ജീവിച്ചൊരു കാലഘട്ടത്തിൽ പിറന്നു വീണ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും കൊടികുത്തി വാഴുന്നപ്പോൾ അതിൻ്റെ ഇടയിലൂടെ സംസ്കാരമുള്ളവനായി, ദീനീ ബോധമുള്ളവനായി, അല്ലമീനായി ജീവിതത്തെ സംസ്കരിച്ച് കാണിച്ചു കൊടുക്കാൻ, ചെറുപ്പത്തിലും വലുപ്പത്തിലുമൊക്കെ എങ്ങനെ ജീവിക്കണമെന്ന് കാണിച്ചു കൊടുത്ത മഹാനായ ഗുരുവാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. ആ പ്രവാചകന്റെ മഹനീയമായ മാതൃകക്ക് മുന്നിൽ നമ്മളെപ്പോഴും ഉണ്ടാവണം. അതിൻ്റെ മുന്നിൽ നമ്മൾ നടക്കേണ്ടവരാ. എന്നാലേ ആ പ്രവാചകൻ്റെ കൂടെ സ്വർഗത്തിലേക്ക് പോകാൻ കഴിയൂ. നമുക്കറിയാവുന്ന ചരിത്രം ഞാനൊന്ന് ആവർത്തിക്കുക മാത്രമാണ് ചെയ്യുന്നത് അവസാനിപ്പിക്കുവാൻ വേണ്ടി. ഇബ്നു ഉമറിൻ്റെ ചരിത്രം നമുക്കറിയാം. മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു മരുഭൂമിയിലേക്ക് ഇറങ്ങി നടക്കുകയാണ്. ആ മരുഭൂമിയിലെ ദീർഘമായ നടത്തത്തിൻ്റെ ഇടയിൽ അങ്ങ് അകലെ നിന്ന് ഒരു ആട്ടിൻപറ്റം കടന്നു വരുന്നത് കാണുകയാണ്. ആ ആട്ടിൻപറ്റത്തെ തെളിക്കുന്നത് ഒരു ഇടയ ബാലനാണ്. ആ ഇടയ ബാലൻ വസ്ത്രം മര്യാദക്ക് ധരിച്ചിട്ടില്ല, ശരീരമെല്ലാം മെലിഞ്ഞൊട്ടിയ ശരീരമാണ്. ആ ചെറുപ്പക്കാരൻ്റെ ബോഡി ലാംഗ്വേജ് വളരെ വലിയ ദാരിദ്ര്യമാണ് അടയാളപ്പെടുത്തിയിട്ടുള്ളത്. ആ ചെറുപ്പക്കാരൻ്റെ അടുത്തേക്ക്, ഈ ആട്ടിൻപറ്റത്തിൻ്റെ അടുത്തേക്ക് മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു കടന്നു ചെന്നിട്ട് നല്ല അകിട് വീർത്ത ഒരാടിനെ നോട്ടം വെച്ചുകൊണ്ട് മഹാനായ ഇബ്നു ഉമർ ആ ചെറുപ്പക്കാരനോട് ചോദിക്കുകയാണ്, മോനെ, നിന്റെ ശരീരം പറയുന്നു നിനക്ക് കാശ് വേണം, നിനക്ക് ഭക്ഷണം വേണം, നിനക്ക് വസ്ത്രം വേണം. എൻ്റെ കീശയിൽ ദീനാറുണ്ട്, ദിർഹമുണ്ട്, ഞാൻ നിനക്ക് തരാം. നീ അതിൽ നിന്ന് അകിട് കൊഴുത്ത ഒരു ആടിനെയാണ് എനിക്ക് തരേണ്ടത്. കാരണം ഈ മരുഭൂമിയിൽ എനിക്ക് വെള്ളമില്ല, എനിക്കിപ്പോൾ വേണ്ടത് പാലാണ്. പാല് കിട്ടണമെങ്കിൽ ആടിനെ കിട്ടണം, കാശ് ഞാൻ നിനക്ക് തരാം.
നിൻ്റേതല്ല ആട് എന്നത് ശരിയാണ്. അദ്ദേഹം പറഞ്ഞു, ചെറുപ്പക്കാരൻ പറഞ്ഞു, ചരിത്രം ഞാൻ ആവർത്തിക്കേണ്ടത്, നമുക്കൊക്കെ അറിയാവുന്നതാണ്, എൻ്റേതല്ല, ഇതിനൊരു യജമാനനുണ്ട്. ഓക്കെ, ആ യജമാനൻ അറിയില്ല, കാണില്ല. ഓക്കെ, എന്നാൽ ഖലീഫ ഉണ്ടല്ലോ, അങ്ങ് മക്കയിൽ മദീനയിലുള്ള ഖലീഫ, അങ്ങ് എവിടെ കിടക്കുന്ന ഖലീഫ എങ്ങനെ കാണാനാണ്? അപ്പോഴാണ് ഇടയബാലൻ, എന്നാൽ അള്ളാഹു എവിടെയാണ് എന്ന ഇടബാലൻ്റെ ചോദ്യം. ആ ചോദ്യം മഹാനായ ഇബ്നു ഉമറിനെ ഉറക്കം കെടുത്തി എന്ന ചരിത്രം പല രൂപത്തിലും എഴുതപ്പെട്ടിട്ടുണ്ട്. അവിടെ പറയുന്നത്, ഒരു ചരിത്രകാരൻ പറയുന്നത്, ഐനല്ല എന്നിങ്ങനെ പറഞ്ഞു നടക്കുകയായിരുന്നു മഹാനായ ഇബ്നു ഉമർ എന്നാണ്. ആ രൂപത്തിൽ അദ്ദേഹത്തെ മാറ്റിമറിച്ചു അള്ളാഹു എന്നൊരു ബോധം ആ ഒരു ഇടയ ബാലനിലൂടെ അദ്ദേഹത്തിന് വല്ലാതെ മനസ്സിലുണ്ടായി. ഞാൻ ഇബ്രാഹിമിന് അദ്ദേഹത്തിൻ്റെ കഥ പറഞ്ഞല്ലേ തുടങ്ങിയത്. ആലോചിച്ച് നോക്കൂ നിങ്ങൾ, ആ അള്ളാഹു എന്ന ബോധത്തിൽ നിന്നല്ലാതെ നമ്മൾ പട്ടിണി കിടന്നതുകൊണ്ട് സ്വർഗം കിട്ടുമെന്ന ബോധം വേണ്ട നമുക്ക്. ഈ റമദാൻ മാസത്തിൽ മഹാനായ ഇബ്നു ഉമർ, മഹാനായ ജാബിർ റളിയല്ലാഹുവിൻ്റെ ഉപദേശവും കൂടിയാണ് നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നത്. ഇദാ സുംത ഫൽയസിം സമഅക, നീ നോമ്പ് നോറ്റാൽ ആദ്യം നോമ്പ് നോൽക്കേണ്ടത് നിന്റെ കേൾവിയാണ് അല്ലേ. ഒരുപാട് കേൾക്കാൻ കഴിയുന്ന ലോകത്താണ് നമ്മൾ. കേട്ടുകൊടുത്താൽ മതി, എന്തും കേട്ടുകൊടുത്താൽ ഏത് ഭക്ഷണവും പാചകം ചെയ്യാൻ പറ്റുന്ന കാലഘട്ടത്തിലാണ്. കേൾവിക്ക് വലിയ സ്ഥാനമുണ്ട്. എന്നാൽ കേൾക്കുന്നിടത്ത് നിന്റെ കേൾവി നോമ്പ് നോൽക്കണമെന്നാണ്. അതുപോലെ തന്നെ നിന്റെ കാഴ്ച, എന്താ കാഴ്ച നമ്മുടെ മുന്നിൽ കാഴ്ചയാണ്, കാഴ്ച വെക്കുകയാണ്, എല്ലാം കാഴ്ചയായി മാറി. എന്നാൽ ചില കാഴ്ചകൾക്ക് നീ അടക്കം പറയുകയും അതിനെക്കൊണ്ട് നോമ്പ് നോൽപ്പിക്കുകയും വേണം. വലിസാനക്, നിന്റെ നാവ് പലതും പറയാൻ വേണ്ടി മുന്നിലോട്ട് വരും. നിന്റെ നാവ് ഹൃദയത്തിൻ്റെ മുകളിലാണ് ഉള്ളത് എങ്കിലും അത് ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ വെച്ച് നീ സംസാരിക്കണമെന്നാണ് താത്വികമായി മഹാനായ ഇമാം ജാബിർ നമ്മളോട് പറഞ്ഞത്. വലിസാനക്, നിന്റെ നാവ് നോമ്പ് നോൽക്കണം, അനിൽ കദിബി, അനാവശ്യങ്ങളിൽ നിന്ന്. വൽ മഅസം, കുറ്റകൃത്യങ്ങൾ നിന്റെ ജീവിതത്തിൽ ഉണ്ടാവരുത്. അതൽ ഖാദിം, നിന്റെ കീഴിലുള്ള, അത് മരുമകളായിരുന്നാലും ശരി, അതല്ല നമ്മൾ നിർത്തിയിട്ടുള്ള കൂലി വാങ്ങുന്ന സെർവൻ്റ് ആയിരുന്നാലും ശരി, നമ്മുടെ വീട്ടിൽ താമസിക്കുന്ന ആരായിരുന്നാലും ശരി, അവരോട് മാന്യമായി പെരുമാറണം. ഞാൻ ഇടയ്ക്കൊന്ന് സൂചിപ്പിക്കട്ടെ, ചില മരുമക്കളൊക്കെ വളരെ വിഷമം പറയുന്നുണ്ട്. ഇവിടെ അമ്മായിമ്മമാർ കുറവാണ്, ഇല്ല, വളരെ കുറവേ ഉള്ളൂ അമ്മായിമ്മമാർ. ഈ അമ്മായിമ്മമാരും മരുമക്കളുള്ള സദസ്സ് പടച്ചോനെ എനിക്ക് ഉണ്ടാക്കി തരണമെന്ന് ഞാൻ കുറേ കാലമായി പ്രാർത്ഥിക്കുന്നു. ഇവിടെയും കിട്ടിയിട്ടില്ല കാര്യമായിട്ട്. ഒരമ്മായി മരുമകളെ എരുമകളെ എന്ന് വിളിച്ചു. നിങ്ങൾ കേട്ടിരുന്നത്? നല്ല രസമുണ്ട് വിളിക്കാനല്ലേ, എരുമകളെന്ന്. ഇനിയൊന്നും മരുമകളാവേണ്ട ആളല്ലേ, എരുമകളാണ്. എന്തൊരു ദാഷ്ട്യമുള്ള വർത്താനാണല്ലേ. പലരും പരാതിയാണ്, മരുമക്കൾ ആരും ഇവിടെ ഈ ഏരിയയിലുള്ള ആരും എന്നോട് വിളിച്ചു പറഞ്ഞിട്ടൊന്നുമില്ല. ഞാൻ മൊത്തം നിങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കുകയാണ്. എന്താ പ്രശ്നം എന്നറിയോ? ഈ മരുമകൾ വീട്ടിൽ വന്ന ഓളൊരു ഒരു അടിമയെ പോലെയാണ്. അവിടെ അമ്മായിക്ക് പണി, ഇവളെ കൊണ്ട് പണിയെടുപ്പിക്കുക. കണ്ടതെല്ലാം തിരുമ്പണോള്, എല്ലാ ഭക്ഷണം ഉണ്ടാക്കണം, അടിച്ചു വാരിയുടെ. എനിക്കെന്താ പണി? നീ ഇങ്ങനെ കുത്തി ഇരിക്കുകയാണോ? ബഹുമാൻ്റെ മൊബൈലിൽ കുത്തിയ, അപ്പോൾ അമ്മായി അവിടെ മുസാബൂതി അല്ലെങ്കിൽ മൊബൈലിൽ കുത്തിയായിരിക്കും. ഇങ്ങനത്തെ ഒരു പരിപാടിയാണ്. ഇതൊക്കെ നമ്മൾ ചേർത്ത് വെക്ക്. നമ്മുടെ കീഴിലുള്ളവരോട് മാന്യമായി പെരുമാറണം. നമ്മളാരും അടിമകളെ വെക്കുന്നവരല്ല, സെർവൻറ്റുമാർ വെക്കുന്നവർ വളരെ കുറവായിരിക്കാം. അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ കൂലി വേലക്ക് വരുന്നവരായിരുന്നാലും ശരി, നമ്മൾ ജോലി ചെയ്യിപ്പിക്കുന്നവരായിരുന്നാലും ശരി, ആരോടും നമ്മൾ മാന്യമായി പെരുമാറണം. വല്യക്കുൻ അലൈക്ക വഖാറുൻ വസക്കീന. നോമ്പ് പറ്റുന്ന പറഞ്ഞിട്ട് ഇങ്ങനെ ഏതെങ്കിലും ചേരട്ടൻ്റെ മാതിരി പള്ളിൻ്റെ മൂലയിലിടം പോയിട്ട് വളഞ്ഞ് കുത്തിപ്പിടിച്ച് കടന്നുറങ്ങാനുള്ളതാണോ നോമ്പ്? അങ്ങനെ തന്നെയാണ് നമ്മുടെ നോമ്പ് പലപ്പോഴും. ഇവിടെ പറയുന്നത് നിനക്ക് ഒരു വഖാറും സക്കീനത്തും ഉണ്ടാവണമെന്നാണ്. നിൻ്റെ ശരീരവും അതുപോലെ നിൻ്റെ ഹൃദയവും ഒക്കെ തന്നെ നല്ല സമാധാനമുള്ളതും പ്രൗഢഗംഭീരവുമാക്കി തീർക്കണം. നമ്മൾ നോമ്പ് 2 നോറ്റാലും ഞാൻ ആരുടെ മുന്നിലും വളഞ്ഞു കൊടുക്കൂല എന്ന ആ ഒരു ധൈര്യവും സ്ഥൈര്യവുമാണ് ബദറിൻ്റെ രണാങ്കണവും ഉഹദിൻ്റെ രണാങ്കണവും 80-ലേറെ ഇസ്ലാമിക ലോകത്ത് നടന്ന അതേ ധർമ്മ യുദ്ധങ്ങൾ മുഴുവനും നമ്മളോട് പറയുന്നത്. അതേ മെല്ലിച്ച ശരീരവുമായി ഒരു നേരത്തെ ഭക്ഷണമില്ലാത്ത, അതേ പൊട്ടിയ വാളും ഒട്ടിയ വയറും എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇതുമായി രണാങ്കണത്തിലിറങ്ങി അള്ളാഹുവിൻ്റെ പ്രവാചകന്റെ കൂടെ ജോലി ചെയ്ത, യുദ്ധം ചെയ്ത സതീർത്ഥ്യരുടെ ജീവിത ചരിത്രം നോക്ക് നിങ്ങൾ. അവരെവിടെ വളഞ്ഞുപോയത്? അവർ നോമ്പിൻ്റെ മേൽ നോമ്പ് നോറ്റാലും അവർ വളഞ്ഞു പോകുമായിരുന്നില്ല. അതാണ് ഈമാനും തസ്കിയത്തും എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാവണം. അള്ളാഹു നമ്മൾ അനുഗ്രഹിക്കുമാറാവട്ടെ. അതുകൊണ്ട് യൗമ സിയാമക വലാ തജ്അൽ യൗമ ഫിത്രക വയൗമ സിയാമക സവാഉൻ. അതുകൊണ്ട് നോമ്പ് നോറ്റ ദിവസവും നോമ്പ് നോൽക്കാത്ത ദിവസവും രണ്ടും രണ്ടായി മാറരുത്. രണ്ടും ഒരുപോലെ തന്നെ ആവണം. നോമ്പ് നോൽക്കാത്ത ദിവസം പോലെ തന്നെയാണ് നോമ്പ് നോറ്റ ദിവസവും. അത് സ്വഭാവത്തിലും പെരുമാറ്റത്തിലും അല്ല, നമ്മുടെ ശരീരത്തിൻ്റെ ഭാഷയിൽ അങ്ങനെ ആവണം എന്നതാണ് റസൂലുള്ളയുടെ മറുപടി. അത്
ഷഹ്റുൽ മുസാവാത്തി ബൈനൽ ഫുഖറാഇ വൽ അഗ്നിയ. ഒന്ന് പൂരിപ്പിക്കട്ടെ ഞാൻ. ഷഹ്റുൽ മുസാവാത്തി ബൈനൽ ഫുഖറാഇ വൽ അഗ്നിയ. ഇത് മുസാവാത്തിൻ്റെ, സഹവർത്തിത്വത്തിൻ്റെ, അതെ, പരസ്പരം സഹായിക്കലിൻ്റെ ഏറ്റവും വലിയ സഹവർത്തിത്വത്തിൻ്റെ മാസമല്ലേ ഈ മാസം? ആർക്കിടയിൽ? ബൈനൽ ഫുഖറാഇ വൽ അഗ്നിയ. പാവപ്പെട്ടവനെയും അതുപോലെ ദരിദ്രനെയും തിരിച്ചറിയാൻ പറ്റാത്തൊരു മാസമായിട്ട് നമ്മുടെ ഈമാനികമായ നമ്മുടെ നല്ല സ്വഭാവം കൊണ്ട് മാറിയിട്ടുണ്ടോ? നമ്മുടെ അയൽപ്പക്കത്ത് നിന്നൊരു കുട്ടി കരയുമ്പോൾ ആ കുട്ടിയോട് നമുക്ക് എമ്പതിയാണോ തോന്നുന്നത്, സിമ്പതിയാണോ തോന്നുന്നത്? സിമ്പതിയായിരിക്കും അല്ലേ? എമ്പതി. നമ്മുടെ വീട്ടിൽ ഒരു കുട്ടി കരയുമ്പോൾ ആ കുട്ടിയോട് നമുക്ക് സിമ്പതിയല്ല, എമ്പതിയാണ്. കാരണം നമ്മുടെ കീശയിൽ കാശുണ്ട്, നമ്മുടെ ഷെൽഫിൽ ഭദ്രമായി വെച്ച പലതുമുണ്ട്, നമ്മുടെ സെല്ലാജയിൽ വിഭവങ്ങളുണ്ട്. അത് കുട്ടിക്ക് എടുക്കാൻ പറ്റാത്തത് കൊണ്ട് ആ കുട്ടി കരയുന്നത്. അത് നമ്മൾ എടുത്തു കൊടുത്താൽ തീരുന്ന വിഷയമുള്ളൂ. അതുകൊണ്ട് ആ കുട്ടിയോട് നമുക്ക് സിമ്പതി വേണ്ട, എമ്പതി മതി. എന്നാൽ അയൽപ്പക്കത്തുള്ള കുട്ടിയോട് നമുക്ക് എന്താ തോന്നുന്നത്? സിമ്പതിയാണ്. അവിടെ നിന്ന് കരച്ചിൽ കേൾക്കുമ്പോൾ നമ്മളൊന്ന് അങ്ങോട്ട് പോയി നോക്കാറുണ്ടോ? അവിടെ പുടവ കിട്ടാത്തതിൻ്റെ പേരിൽ നാളെ പെരുന്നാളാണ്, അല്ലെങ്കിൽ അടുത്ത ആഴ്ച പെരുന്നാളാണ്, എനിക്ക് മാത്രം ഡ്രസ്സ് വാങ്ങിയിട്ടില്ല, എൻ്റെ അയൽപ്പക്കത്തുള്ളവർക്കൊക്കെ ഡ്രസ്സ് വാങ്ങി എന്ന് പറഞ്ഞാണോ ആ കുട്ടി കരയുന്നത്? അങ്ങനെ ഉണ്ടാവാൻ സാധ്യതയില്ല. നമ്മളൊക്കെ നല്ല ധർമ്മം ചെയ്യുന്നവരായതുകൊണ്ട് എന്നാലൊന്ന് പറഞ്ഞു പോവുക മാത്രമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അവിടെ നിന്ന് ആ കുട്ടി കരയുമ്പോൾ ആ കുട്ടിയോട് നമുക്ക് എമ്പതി തോന്നണം. നമ്മുടെ കുട്ടിക്ക് കൊടുക്കുന്നതെല്ലാം ആ കുട്ടിക്ക് കൊടുക്കാനുള്ള മനസ്സുണ്ടാവണം. പിറ്റേന്ന് എന്തിനേ നിൻ്റെ വീട്ടിൽ നിന്ന് വല്ലാത്തൊരു കരച്ചിൽ കെട്ടലെന്നെ മോളെ എന്ന് ചോദിക്കുന്ന ഒരവസ്ഥ മാത്രം പോരാ, അതൊരു സിമ്പതിക്കുള്ളതാണ്. അതുകൊണ്ട് ഷഹ്റുൽ മുസാവാത്തായി ഈ ഒരു വിശുദ്ധ റമളാനിനെ മാറ്റാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആനിലെ ഒരായത്ത്, 1-2 ആയത്ത് ഓതിയാണ് അവസാനിപ്പിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഞാൻ ജാബിർ ഇബ്നു ഉമറിൻ്റെ കഥ പറഞ്ഞല്ലോ. മഹാനായ ഇബ്നു ഉമറിനെ തന്നെ ഒന്നുകൂടി ഓർമ്മിക്കാം നമുക്ക്. മഹാനായ ഇബ്നു ഉമർ അണമുറിയാതെ പൊട്ടിക്കരഞ്ഞ ഒരു സന്ദർഭം ഉണ്ടായിട്ടുണ്ട്. എപ്പോഴെന്നറിയോ? ലിയൗമിൻ അളീം യൗമ യഖൂമുൻ നാസു ലിറബ്ബിൽ ആലമീൻ. സൂറത്തുൽ മുത്തഫിഫീനിലെ നമ്മളൊക്കെ മനഃപ്പാഠമായി പഠിച്ചു വെച്ചിട്ടുള്ള ആ ആയത്തുകൾ മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനെ അണമുറിയാതെ കരയാൻ പ്രേരിപ്പിച്ചു എന്ന ലിയൗമിൻ അളീം. ഭീകരമായ, ഭീതിതമായ ഒരു ദിവസത്തിലേക്കാണ് ഇബ്നു ഉമറേ നിനക്ക് പോകാനുള്ളത്. നമ്മൾ ചെയ്തു വെച്ച എല്ലാ നല്ല കർമ്മങ്ങളും അല്ലെങ്കിൽ മോശമായതെല്ലാം ആ ഒരു ദിനത്തിൽ നമ്മളെ കണ്ടുമുട്ടുന്ന അവസ്ഥ ഉണ്ട് എന്ന ആ ഓർമ്മപ്പെടുത്തൽ. ലിയൗമിൻ അളീം. എത്ര കാലമായി വിശുദ്ധ ഖുർആനിൽ നിന്ന് പാരായണം ചെയ്യാൻ തുടങ്ങിയിട്ട്? എന്തെങ്കിലും ഒരു മാറ്റം, ഒരു വ്യതിയാനം നമ്മുടെ ശരീരത്തിലോ മനസ്സിലോ എവിടെയെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? എന്ത് തസ്കിയത്താണ് ഖുർആൻ ഓതിയിട്ട് നമുക്കുണ്ടായത്? എന്ത് അവബോധമാണ് ഉണ്ടായത്? ചിന്തിക്കണേ പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ഒരു ചെറിയ ചേഞ്ച് ഈ വിശുദ്ധ റമളാനിൽ ഖുർആനിലൂടെ കടന്നു പോകുമ്പോൾ ഉണ്ടാവണം. യൗമ യഖൂമുൻ നാസു ലിറബ്ബിൽ ആലമീൻ. ലോകരക്ഷിതാവിൻ്റെ മുന്നിൽ നാളെ നിൽക്കേണ്ടവനാണ് ഞാനെന്ന ബോധം ഉണ്ടായപ്പോഴാണ് മഹാനായ ഇബ്നു ഉമർ പൊട്ടിക്കരഞ്ഞു പോയത്. സുഫിയാൻ സൗരി എന്ന് പറയുന്ന മഹാനായ മനുഷ്യൻ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന് ജീവിതത്തിൽ നിർബന്ധമായും 17 തവണ നമ്മളൊക്കെ പാരായണം ചെയ്ത് മടുത്ത ആയത്തെന്നാണ് പറയുക. പക്ഷേ ഒരു നിലക്കും മടുക്കാത്തൊരായത്താണത് അല്ലേ, ആ ഫാത്തിഹ സൂറത്ത്. ആ ഒരായത്ത് ഓതിയപ്പോഴേക്കും മഹാനായ സുഫിയാൻ സൗരിക്ക് വല്ലാത്ത ഇടറലും പതറലും ഉണ്ടായി എന്നാണ്. പലതും ചിന്തിക്കാനുണ്ട്. ഒരാൾ ഇസ്ലാമിലേക്ക് കടന്നു വന്ന ആളാണെങ്കിൽ, അതുവരെ ശിർക്കും ബിദ്അത്തും ചെയ്ത് ജീവിച്ച് കടന്നു വന്ന ആളാണെങ്കിൽ, അള്ളാഹു അല്ലാത്തവരോട് വിളിച്ചു പ്രാർത്ഥിച്ച് കണ്ണിൽ കണ്ട സർവ്വ മക്കാമുകളും കയറി ഇറങ്ങിയാണ് ആ മനുഷ്യൻ ജീവിച്ചതെങ്കിൽ, അതിനുശേഷം അതേ ശരിക്കുമുള്ള ഇസ്ലാമിൻ്റെ ഭൂമികയിലേക്ക് കടന്നു വന്ന് തൗഹീദിലേക്ക് കടന്നു വന്നാണ് ഈ സൂറത്തുൽ ഫാത്തിഹ അവൻ പാരായണം ചെയ്യുന്നതെങ്കിൽ അവൻ പൊട്ടിക്കരയും. ഇതുവരെ ഞാൻ ചെയ്തത് മുഴുവനും അബദ്ധമായി പോയി, അള്ളാഹുവേ നീ എന്നെ ശിക്ഷിക്കല്ലേ, നിന്നെ മാത്രമാണ് ഞാൻ ആരാധിക്കുന്നത്, നിന്നോട് മാത്രമാണ് ഞാൻ സഹായത്തോടുന്നത് എന്ന അർത്ഥം അവൻ്റെ മനസ്സിൻ്റെ എല്ലാ തലങ്ങളെയും അത് വല്ലാതെ വേദനിപ്പിക്കും. അങ്ങനെ വേദനിപ്പിക്കുന്ന വിശുദ്ധ ഖുർആനായി, സന്തോഷിപ്പിക്കുന്ന ഖുർആനായി, ഉപദേശിക്കുന്ന ഖുർആനായി നമ്മുടെ ഈ വിശുദ്ധ ഖുർആനിനെ നമുക്ക് ഈ വിശുദ്ധ റമളാനിൽ മാറ്റിയെടുക്കാൻ സാധിച്ചാൽ അതിനേക്കാൾ വലിയ ഒരു മറുമരുന്ന് നമ്മളെ നന്നാക്കാൻ വേറെയില്ല. അതുകൊണ്ട് ഖുർആൻ്റെ ഈരടികളിലൂടെ, അതിൻ്റെ പേജുകളിലൂടെ, അതിൻ്റെ അധ്യായങ്ങളിലൂടെ വലിയൊരു വിപ്ലവത്തിന് തുടക്കം കുറിക്കാനല്ല, ആ വിപ്ലവത്തിൻ്റെ അതിൻ്റെ ഏറ്റവും മുന്നണി പോരാളികളായി, അതിൻ്റെ മേലാളന്മാരായി മാറാൻ
നന്മ എല്ലാ ഇടങ്ങളിലും വിതറുന്ന നന്മയുടെ മാമരങ്ങളായി മാറാൻ ഈ വിശുദ്ധ റമളാനിലൂടെ ഈ ഒരു തസ്കിയത്ത് എന്ന ആ ഒരു പ്രക്രിയയിലൂടെ നമുക്ക് സാധ്യമാവട്ടെ. സർവാനുഗ്രഹിയായ അള്ളാഹു അതിനുള്ള ഉദക്കവും അതിനുള്ള അവസരവും അതിനുള്ള സന്മനസ്സും ഈമാനും ഇഖ്ലാസും എല്ലാവിധ വേണ്ടുകയും അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.